നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് അല്പനിമിഷങ്ങളെ ദൈവവചന ധ്യാനത്തിനായി വളരെ പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ രാത്രിയിലെ വേദ വിചിന്തനത്തിനായി ചുമതലപ്പെടുത്തിയ ആൾ മൈക്കിലൂടെ ശബ്ദമുയർത്തി വായിച്ച് കേൾപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ അത് കേൾക്കുവാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. മതി. 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട്. മതി. 16-ാം അധ്യായം 26-ാമത്തെ വാക്യം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. മതി. നമ്മുടെ കണ്ണുകളടച്ചൊരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയ ഒരത്താഴം, വലിയ ഒരു ക്ഷാമം, വലിയ ഒരു പിളർപ്പ്. വൈദ്യനായ ലൂക്കോസ് 14, 15, 16 അധ്യായങ്ങളിൽ വലിയ 3 കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഇടപെടേണ്ടതിന് ദൈവജനം ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൻ്റെ നിറവിൽ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് പെന്തക്കോസ്തുകാരുടെ യോഗമാണ്. ലജ്ജിക്കണ്ട. ഇവിടെ നാളെ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യോഗമില്ല. ഇന്ന് രാത്രി നിനക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ അവസരം വലിയ ദൈവത്തെ ആരാധിപ്പാനായിട്ടാണ്. നമ്മളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ ആദ്യത്തെ 2 ദൈവമക്കൾ ഈ പന്തലിനകത്ത് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവേശിച്ചപ്പോഴേ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ യേശു 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് തുടക്കം മുതൽ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ ലജ്ജിക്കാതെ അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ റബലമനഗദരജനരിബല ബൗഷാരമനഗൽ കനാദര റൗഡാരബശ്. രക്തത്താൽ ജയം 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 ജയം. എല്ലാവരും ആരും അവനമായിരിക്കാതെ ഹല്ലേലൂയ. അസാധാരണമായൊരു ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വ്യാപരിക്കുവാൻ. ഓ റബശന്തരേ റഗൽഖന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നിൻ്റെ അഭിഷക്തന്മാർ വളരെ പ്രാർത്ഥനയോടെ 1 വർഷത്തെ നീണ്ട ഒരുക്കത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മറുപടിയായി നിൻ്റെ പാദപീഠത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷൻ്റെ 4-ാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഈ ആകാശവും ഭൂമിയും മാറിപ്പോകും,
മാറിപ്പോയാലും മാറ്റമില്ലാതെ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ആത്മാവിനെയും പ്രാണനെയും സന്ധി മഞ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഈ രാത്രി വെളിപ്പെടുമ്പോൾ പാപികൾ കൂട്ടമായി മാനസാന്തരപ്പെടുന്ന, രോഗികൾ സൗഖ്യമാകുന്ന, ഭൂതാത്മാക്കൾ വിട്ടുപോകുന്ന, ദൈവമഹത്വം ഇറങ്ങി വെളിപ്പെടുന്ന ഒരു ആരാധന ഇവിടെ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ചതിന്മേൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. കൃപ 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 കൃപ. അടിയൻ ക്രൂശിന് മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് തന്ന ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുമല്ലോ. പുതുപ്പള്ളിക്കാർ നല്ല ശബ്ദമുള്ളവരാണ്. ഇന്ന് രാത്രി നമുക്ക് തന്ന ശബ്ദത്തിൽ സ്തുതിച്ചില്ല. നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മൾ സ്തുതിച്ചത് ആരെയാണെന്ന് മനസ്സിലാകാഞ്ഞതുകൊണ്ടാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ് സ്തുതി. സ്തുതിക്കുന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് തരുന്നതാണ് വിടുതൽ. ഇന്ന് രാത്രി രണ്ടും നടക്കണം. നിന്നെ ആ ദൈവം അറിയുകയും ദൈവത്തെ നീ അറിയുകയും ചെയ്ത് വേണം ദൈവത്തെ സ്തുതിക്കാൻ. അതുകൊണ്ട് നല്ല ശബ്ദത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചൊരു വലിയ അപവാദം ഉണ്ടായിരുന്ന കാലമുണ്ട്. പ്രിയപ്പെട്ട ഫിലിപ്പ് പാസ്റ്ററുടെ പിതാവൊക്കെ ചർച്ചക്കൂടിലെ അനുഗ്രഹീത പാസ്റ്റർമാരായിരുന്നു. ആ കാലത്തൊക്കെ വീടുകളിൽ 10 or 8 ആളൊക്കെ കൂടി ഒരു പഴയ തമ്പാറൊക്കെ കൊട്ടി പാടി ആരാധിക്കുമ്പോൾ അയലോക്കാർ പറയാറ് ചെവിതലൊക്കെ കണ്ട ബന്ധിക്കോസുകാരുടെ യോഗമാണെന്ന് പറയാറ്. ഇപ്പോൾ അവർക്ക് സ്വസ്ഥതയാണ്, നമുക്ക് സ്വസ്ഥതയാണ്. കാരണം നമ്മളിപ്പം വാ തുറന്ന് ആരാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ അന്ന് അങ്ങനെ ഉള്ള ശബ്ദത്തിൽ ആരാധിച്ചത് കൊണ്ടുള്ള വിടുതല നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം. എപ്പോഴൊക്കെയോ ശത്രു നമ്മുടെ ശബ്ദത്തെയും ആരാധനയെല്ലാം ഒതുക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി ആ കെട്ടെല്ലാം അഴിയണം. അഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. അതിന് ലജ്ജിക്കേണ്ട കാര്യമില്ല. സന്തോഷമുള്ളവർ നന്നായിട്ടൊരു നിമിഷം ആ കരമൊന്നടിച്ച് അന്യഭാഷയിൽ യഥാർത്ഥ പെന്തക്കോസ്തിന്റെ ആരാധന. വളരെ ശ്രദ്ധേയമായ 3 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒന്ന്, ഒരു മനുഷ്യൻ വലിയ ഒരത്താഴമൊരുക്കി. 2, എല്ലാം തീർന്ന ശേഷം ആ ദേശത്ത് വലിയ ഒരു ക്ഷാമമുണ്ടായി. 3, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ അടുക്കാൻ കഴിയാത്ത വലിയ ഒരു പിളർപ്പ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. സുവിശേഷകന്മാരിൽ വിജാതീയ എഴുത്തുകാരനായ വൈദ്യനായ ഡോക്ടറായ ലൂക്കോസ് തൻ്റെ ഗുരുനാഥനോ തൻ്റെ സഹപാഠിയോ ആരുമാകട്ടെ, തെയോഫിലോസ് എന്ന് പറയുന്ന മാന്യനായ വ്യക്തിക്ക് 2 ചരിത്രങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് എഴുതി അയക്കുകയുണ്ടായി. ഒന്നാമത്തെ ചരിത്രം കന്യക മറിയാമിലൂടെ പൂജാതനായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ വിശദമായി സൂക്ഷ്മമായി എഴുതിയ ലൂക്കോസിൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായി ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ശ്രദ്ധേയമായ 7 പ്രാർത്ഥനകൾ ലൂക്കോസ് മറക്കാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും വിവരിക്കാൻ
ഈ രാത്രി നമ്മുടെ മുമ്പിൽ സമയമില്ല. രണ്ടാമത് താൻ തെയോഫിലോസിന് എഴുതിയ രണ്ടാമത്തെ ചരിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള വരവ് തുടങ്ങി. ഒരു 35 വർഷം, 3.5 പതിറ്റാണ്ട് അപ്പോസ്തോലന്മാരിൽ കൂടെ ആത്മാവ് ചെയ്ത പ്രവർത്തികൾ എഴുതി അയച്ചു അപ്പോസ്തോല പ്രവൃത്തി എന്ന പേരിൽ. അങ്ങനെ 2 ചരിത്രങ്ങൾ എഴുതിയതിൽ ഇതര സുവിശേഷകന്മാർ രേഖപ്പെടുത്താത്ത പല കാര്യങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തുകയുണ്ട്. അതിലിവിടെ 3 കാര്യങ്ങൾ അടുപ്പിച്ചു വന്നിരിക്കുകയാണ്. 14-ാം അധ്യായത്തിൽ വലിയ ഒരു വിരുന്ന്, 15-ാം അധ്യായത്തിൽ വലിയ ഒരു ക്ഷാമം, പന്നിയുടെ വാള വരെ തിന്നാൻ കൊതിക്കുന്ന ക്ഷാമം. പ്രൈസ് ദി ലോർഡ്. 16-ാം അധ്യായത്തിൽ വ്രണം ബാധിച്ചവന്റെ വിരലിന്റെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം മുക്കി നാവ് തണുപ്പിക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ കിടക്കുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ നമുക്കിന്ന് രാത്രി ദൈവ സന്നിധിയിലായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പരീശന്മാരുടെ ഒരു പ്രമാണി ഒരത്താഴത്തിന് യേശുവിനെ വിളിച്ചു. യേശുവിനെ ആര് ക്ഷണിച്ചാലും പരീശനെന്നോ സദൂക്യനെന്നോ യഹൂദനെന്നോ ശമര്യനെന്നോ വ്യത്യാസമില്ലാതെ കടന്നുപോയി അവരുടെ സർക്കാർ സ്വീകരിക്കുന്ന ആളായിരുന്നു യേശു. ഒരല്ലേലൂയ പറയാം. നമ്മുടെ കൂട്ടുള്ള പൊങ്ങച്ചമോ നമ്മുടെ കൂട്ടുള്ളതായ ഏതെങ്കിലും ജാതി നോട്ടമോ ഒന്നുമില്ലാത്ത എൻ്റെ യേശു പരീശൻ വിളിച്ച വീട്ടിൽ ഉണ്ണാൻ പോയി. സ്തോത്രം. ആ ഊണെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ കഴിച്ച ഒരുത്തൻ പറയുകയാണ്, അതിന് 15-ാമത്തെ വാക്യം, പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അതിൻ്റെ മറുപടിയായി യേശു പറഞ്ഞ കാര്യമാണ് നമ്മുടെ കുറിവാക്യമായിട്ട് ഇവിടെ വായിച്ചത്. വായിച്ചുകൊണ്ടിരിക്കല്ല, നിങ്ങളുടെ കയ്യിലെ പുസ്തകമാണ്. ഞാൻ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകത്തില്ല, തിരിച്ച് നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ ചെന്ന് ശാന്തമായിട്ട് കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിക്കണം. ഹല്ലേലൂയ പറഞ്ഞാണ്ട്. റാന്നിക്കാരേക്കാൾ ഉത്തമന്മാരാണ് പുതുപ്പള്ളിക്കാർ. അവർ കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് വീട്ടിൽ ചെന്നിട്ട് തിരുവെഴുത്തുകളെ പരിശോധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെച്ചാരും പരിശോധിക്കാം. അവിടെ യേശു പറഞ്ഞു, വലിയ മഹാമനസ്കനായൊരു മനുഷ്യൻ വലിയ ഒരു അത്താഴം ഒരുക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. മാസങ്ങൾക്ക് ശേഷം ഒരുക്കാൻ പോകുന്ന ആ വിരുന്നിനെ കുറിച്ച് തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള, തൻ്റെ ക്ഷണം സ്വീകരിച്ചാൽ നിശ്ചയമായി വരാൻ സാധ്യതയുള്ള ആളുകളെല്ലാം തന്നെ ദാസന്മാരെ വിട്ടറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ ചെന്ന് ഡേറ്റ് കുറിച്ചു. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്നത് മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ബഹുമാനായ ദൈവദാസൻ എന്നെ വിളിച്ച് ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്തതാണ്. പിന്നെ ഈ ഡേറ്റ് വേറെ ആർക്കും നമ്മൾ കൊടുക്കത്തില്ല. ഈ ഡേറ്റ് ഇവിടെ വരാൻ വേണ്ടി മാത്രമുള്ള ഡേറ്റാണ്. അത് കഴിഞ്ഞ് പലരും നമ്മളെ വിളിച്ച് കാണും, പക്ഷെ പോകത്തില്ല. നമ്മളിതിനു വേണ്ടിയുള്ള ഡേറ്റാണ്. പന്നേ പറഞ്ഞു, ഞങ്ങളുടെ ജനറൽ കൺവെൻഷനാണ്, 58ാമത്തെ ജനറൽ കൺവെൻഷനാണ്, പുതുപ്പള്ളി വെച്ചാണ്, കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ്. വൈകിട്ട് 7 മുതലാണ് പ്രസംഗത്തിൻ്റെ സമയം. അതുവരെ പാട്ടാണ്. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ ആ സമയത്ത് പ്രസംഗിക്കാൻ വരണം എന്നൊക്കെ പല ആവർത്തി പറഞ്ഞു. ഞാനത് നോട്ട് ചെയ്തു. ഇന്ന് രാവിലെ എന്നെ വീണ്ടും വിളിച്ച്, പാസ്റ്ററെ ഡേറ്റ് അറിയാമല്ലോ, ഇന്ന് പാസ്റ്റർ ഡേറ്റ് വരണമെന്ന് പറഞ്ഞ് പിന്നെ എന്നെ ക്ഷണിച്ചു. ഒരല്ലേലൂയ പറഞ്ഞ്. അതേപോലെ ഈ വലിയ മനുഷ്യന്റെ വീട്ടിൽ വെക്കുന്ന വിരുന്നിനെ കുറിച്ച് തൻ്റെ സ്നേഹിതരെ എല്ലാം ആളും തൻ്റെ ടാറ്റസ് അനുസരിച്ച്
തൻ്റെ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളനുസരിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യാബന്ധം, ഭർത്തൃബന്ധം എല്ലാം നോക്കി, മരുമക്കളുടെ ബന്ധം, മക്കളുടെ ബന്ധം എല്ലാം നോക്കി വിളിക്കേണ്ടിയവരെല്ലാം വിളിച്ചു. അവരെല്ലാം ഡേറ്റ് കുറിച്ചു. സ്തോത്രം. ആ ദിവസം വന്നപ്പോൾ അന്ന് വിളിച്ച ആളുകളെ ഒന്നുകൂടെ വിളിക്കാൻ വേണ്ടി അതേ ദാസന്മാരെ അയച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. മാസങ്ങൾക്ക് മുമ്പേ ക്ഷണിച്ച ആളുകളെ വിളിക്കാൻ വിട്ടു. വിളിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ക്ഷമിക്കണം, ഓരോ ഒഴിവ് കഴിവ്, അങ്ങനെ എഴുതിയേക്കുന്നത്. മക്കൾ ആ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. 14:18. എല്ലാവരും ഒരേപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. ഇന്ന് രാത്രി തന്നെ നമുക്ക് ആള് ഇന്നലെ തന്നെ അത്രയും വന്ന് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സന്ധ്യയ്ക്ക് ചെറിയൊരു മഴ പറഞ്ഞേ പെയ്തായിരുന്നു. പ്രൈസലോ. പണ്ടൊരിടത്ത് കല്യാണം നടന്നപ്പോൾ ഈ എരിശ്ശേരിക്ക് ഉടച്ചോണ്ടിരുന്ന തുടുപ്പൊടിഞ്ഞു പോയി. തുടുപ്പെന്ന് പറഞ്ഞാൽ അറിയാമോ? ഉരുളിക്കകത്തിട്ട് ഇങ്ങനെ ഏത്തയ്ക്ക ഉടയ്ക്കുന്നേ. അത് ഒടിഞ്ഞപ്പോൾ കല്യാണം മുടങ്ങിപ്പോയെന്നവർ. എന്ന് പറഞ്ഞ പോലെ മഴക്കാറ് കണ്ടാൽ നമ്മുടെ യോഗം മുടങ്ങും. നമ്മുടെ അതേ സ്വഭാവമുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നു. പ്രൈസലോ. അവര് വിളിച്ചപ്പോൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞു തുടങ്ങി. പ്രൈസലോ. വണ്ടിക്ക് പെട്രോളില്ല, ഓടിക്കാൻ ഡ്രൈവറില്ല, മഴ പെയ്ത് കൊടയില്ല, ഏതൊക്കെയോ ഒഴിവ് കഴിവുകൾ പറയുന്നത് പോലെ ആ മനുഷ്യൻ ഒരുത്തം പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു നിലം കൊണ്ടതിനാൽ ചെന്നു കാണേണ്ടതിന് ഇന്നാണ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വരാൻ കഴിയത്തില്ല, സോറി. പ്രൈസ് ദി ലോർഡ്. ആ ദാസൻ അടുത്തവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു 5 കാളയെ മേടിച്ചു. 5 കാള എന്ന് പറഞ്ഞാൽ 10 കാള. നല്ല വയലുള്ളവനാ. 5 കാളയെ മേടിച്ചു. അതിനെ ശോധന ചെയ്യാൻ പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് വരാനൊക്കത്തില്ല, സോറി. 3-ാമത്തെ ആളുകളുടെ ഇടയ്ക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴാണ് ടിക്കറ്റിന് ഒരു ചെറിയ ക്രമീകരണത്തിൽ കൂളി, മണാലി എല്ലാം പോയി മലേഷ്യ കൂടെ പോയി വരാമെന്നൊരു സംവിധാനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം വരാനായിട്ട് ഒക്കത്തില്ല. ഒരല്ലേ പറയണം. പ്രൈസ് ദി ലോർഡ്. കല്യാണം ഇപ്പം വന്നതാണ്, കാള ഇപ്പം മേടിച്ചതാണ്, ഭൂമി ഇപ്പം മേടിച്ചതാണ്, പക്ഷെ വിളി പണ്ടേ ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവദാസൻ ഫിലിപ്പ് പാസ്റ്ററെ വിളിച്ചിട്ട്, സോറി ഉണ്ട് പാസ്റ്ററെ, എനിക്ക് ഇന്ന് വരാനൊക്കത്തില്ല, ഞാൻ ഓർക്കാതെ വേറൊരു പ്രോഗ്രാം കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ദൈവദാസന്റെ മാനസികസ്ഥിതി ഓർത്തു നോക്കി. പ്രൈസ് ദി ലോർഡ്. ഈ മഹാമനസ്കനായ മനുഷ്യൻ ഒരുക്കിയ വലിയ വിരുന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞു ഓരോരുത്തരായിട്ട് മാറി. സ്തോത്രം. അടുത്ത വാക്യം നിർബന്ധമായിട്ട് മോള് വായിക്കാം. അതിൻ്റെ 21-ാമത്തെ വാക്യം. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു കൊണ്ടുവരുവാൻ നിർബന്ധിക്ക. ഇനി ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നവരാ നമ്മളൊക്കെ, കേട്ടോ. ആദ്യത്തെ വിളിക്കകത്ത് നമുക്ക് വിളിയില്ലായിരുന്നു. ഒരല്ലേ പറയണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം ക്ഷണിക്കാൻ യോഗ്യരല്ലായിരുന്നു നമ്മൾ. ലോകം അയോഗ്യരെന്ന വിധി എഴുതിയ വഴിയരികിലും വേലിക്കരികിലും ചന്തസ്ഥലത്തും മെനക്കെട്ട് നിൽക്കുന്ന കുരുടന്മാര്, അംഗഹീനന്മാര്,
ദരിദ്രന്മാരെ അങ്ങനെയുള്ളവരെ ഒന്നും ഈ വലിയ മനുഷ്യൻ ഈ വിരുന്നിന് വിളിച്ചിട്ടില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ യഥാർത്ഥമായി ബന്ധങ്ങളുടെയോ സ്വന്തങ്ങളുടെയോ സ്റ്റാറ്റസിന്റെയോ ഒക്കെ പേര് വിളിച്ചവരെ വിളി നിഷേധിച്ചത് കൊണ്ട് വേലിക്കരികിൽ നിന്നോനൊരു ഭാഗ്യം കിട്ടി. ഇന്ന് രാത്രി അങ്ങനെ ഭാഗ്യം കിട്ടി അകത്തു വന്നവരൊക്കെ ഒരു ഹല്ലേലൂയ പറയണം. അർഹതയുള്ളവൻ വിളി നിഷേധിച്ചിട്ട് അർഹതയില്ലാത്ത നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധി വന്നു ചേരുവാൻ കൃപ ലഭിച്ചതോർത്ത് സന്തോഷമുള്ളവർ നന്നായിട്ട് കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് എഴുതിയേക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. 21-ാമത്തെ വാക്യം, ദാസൻ മടങ്ങി വന്നു യജമാനനോട് അറിയിച്ചു, അപ്പോൾ വീട്ടുടയവൻ കോപിച്ചു. ദൈവ കോപം അവരുടെ മേൽ അന്നിറങ്ങി. ശ്രദ്ധിച്ചിരിക്കണം. ഈ ദിനങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ നമുക്കൊക്കെ ഒരു നിലയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തകളാണ്. പ്രൈസ് ദി ലോർഡ്. ലഹരി അടിക്കാൻ പൈസ ചോദിച്ച ചെറുക്കൻ 17 വയസ്സുകാരൻ, അമ്മ കള്ളു കുടിക്കാൻ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ അമ്മയെ ഒറ്റ കുത്തിന് കൊന്നു. അമ്മ ചത്തതറിഞ്ഞുകൊണ്ട് അമ്മയുടെ അപ്പൻ ഓടി തടസ്സം പിടിക്കാൻ വന്ന ആ വല്യപ്പനെയും കൊന്നു. മറ്റൊരുത്തനൊരു വീട്ടിൽ കയറി 3 പേരെ കമ്പി വടിക്കടിച്ച് എന്നേരമേ കൊന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുന്ന തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. കരിക്കൻ മില്ല കൊലക്കേസ്, അതൊക്കെ ഞങ്ങൾ മാസങ്ങൾ കേട്ട് പേടിച്ചിട്ടുണ്ട്. മറിയക്കുട്ടി കൊലക്കേസ്, അന്നൊക്കെ ആണ്ടിലൊരിക്കലോ 10 വർഷം ഒരിക്കലോ നടക്കുന്ന സംഭവങ്ങളാണ്. ഇന്ന് ഡെയിലി അതിനുവേണ്ടി മാത്രം ന്യൂസ് ചാനലുകാർ ക്രൈം എന്നും പറഞ്ഞ പ്രത്യേക ഭാഗം ഉണ്ടാക്കിയേക്കുക. ഒരു ദിവസം എത്ര പേരെ തല്ലിക്കൊന്നു, എത്ര പേരെ കുത്തുകൊണ്ടു, എത്ര പേരെ നോക്കി. ഈ ഹോളിവുഡ് സിനിമാ താരം പാർക്കുന്ന വീട്ടിൽ ചെല്ലണമെങ്കിൽ പല സെക്യൂരിറ്റി കിടക്കണം. വാതുക്കത് മുതലേ മുറി വരെ സെക്യൂരിറ്റിയുള്ള ആ മനുഷ്യന്റെ മുറിയിൽ വെളുപ്പിനെ 3 മണിക്കൂർത്തും ചെന്നിട്ട് 6 കുത്തു കുത്തിയിട്ട് പോയി. അവനെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ നീ ഏത് സെക്യൂരിറ്റി വെച്ചാലും കാവൽക്കാരൻ വിധാ ജാഗരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ആരുടെയെങ്കിലും മിടുക്കുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്നതാണ് ആരും ധരിക്കരുത്. ദൈവം നിന്നെ പരിപാലിച്ചത് കൊണ്ട് നിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ അനർത്ഥത്തിന്റെ സംഹാര ദൂതൻ തണ്ഡവമാടിയപ്പോൾ സ്വർഗം ഇടിവിച്ചത് കൊണ്ട് നീ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി മൗനമായിരിക്കാതെ ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വിളി നിഷേധിച്ചവരെ കുറിച്ച് യജമാനൻ കോപിച്ചിട്ട് ദാസനോട് പറഞ്ഞു, നിന്റെ ഡ്യൂട്ടി എൻ്റെ വീട് നിറയ്ക്കണം. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ, വീട് നിറയ്ക്കണം. ഇന്ന് രാത്രിയിലും കൺവെൻഷൻ ഇവിടെ നടക്കുന്നു. എന്നേരം തന്നെ IPCയുടെ ജനറൽ കൺവെൻഷൻ നടക്കുന്നു. അങ്ങനെ പല കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മർത്തോമാക്കാരുടെ കൺവെൻഷൻ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഏക ലക്ഷ്യം യജമാനൻ്റെ വീട് നിറഞ്ഞിട്ടില്ല. യജമാനൻ്റെ വീട് ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ ഒരാളൂടെ ഈ വിളി അംഗീകരിച്ച് അകത്ത് കയറിയാൽ, അവനിട്ട കസാര നിറഞ്ഞാൽ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. സ്വർഗം ഇന്ന് രാത്രി ചിലരെ തിരഞ്ഞെടുത്ത് അകത്തു കയറ്റുന്ന രാത്രിയാന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം വിളിക്കുന്നവരുമുണ്ട്, ദൈവത്തെ വിളിക്കുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിക്കുന്നവന് കുറേ അത്ഭുതങ്ങളൊക്കെ കാണാം. പനി മാറി, ക്യാൻസർ മാറി, ട്യൂമർ മാറി, വഴി തുറന്നു, കടം വീടി, വീട് വെച്ചു, കൊച്ചിനെ കെട്ടിച്ചു വിട്ടു, കൊച്ച് അയർലൻഡിൽ പോയി, ന്യൂസിലൻഡിൽ പോയി എന്ന് വേണ്ട കുറേ അത്ഭുതങ്ങൾ കാണാം ദൈവത്തെ വിളിക്കുന്നവന്.
സ്തോത്രം. പക്ഷെ ദൈവം വിളിക്കുന്നവൻ അത്ഭുതങ്ങൾ കാണുകയല്ല, അവനൊരു അത്ഭുതമാകും. നീ ഇന്ന് രാത്രി ഏത് ഗ്രൂപ്പിലാന്ന് തീരുമാനിക്കണം. ദൈവത്തെ വിളിക്കാൻ വന്നതാണെങ്കിൽ ഇന്ന് രാത്രി കുറെ വഴിയൊക്കെ ദൈവം തുറക്കും. പക്ഷെ ദൈവം നിന്നെ വിളിച്ചാൽ ഇന്ന് രാത്രി നിന്നെ ഈ പട്ടണത്തിൽ, നിന്റെ ഭവനത്തിൽ ഒരത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിക്കുന്നവന്റെ മുഖത്ത് ഒരു സന്തോഷമൊക്കെ വരും. പക്ഷെ ദൈവം വിളിക്കുന്നവന്റെ മുഖം പ്രകാശിക്കും. ദൈവം വിളിച്ചവൻ പർവ്വതം വിട്ടിറങ്ങിയപ്പോ താഴ്വരയിലെ ജനം പേടിച്ചു, മുഖം തൊക്ക് പ്രകാശിച്ചിരിക്കുക. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ, ചേർന്ന് പറയണം, പ്രകാശിതരായി. ഇന്ന് രാത്രി ഈ കമ്മ്യൂണിറ്റി ഹാളി വന്ന നിന്റെ മുഖം പ്രകാശിക്കണം. നിന്റെ മുഖത്തിന്മേൽ തേജസ്സേറിയ ദൈവത്തിന്റെ ആ ശൈലി രാത്രി അടിച്ചാൽ പ്രകാശിക്കാത്ത മുഖമില്ല. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ഈ രാത്രി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈയിടെ പ്രധാനപ്പെട്ട കൺവെൻഷനൊക്കെ പറയുന്ന ഒരു കാര്യം ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പണി പൊളിച്ചത് പാശ കലക്കിയ. ചെറിയ പണിയൊന്നുമല്ല, ആകാശം മുട്ടുന്ന പണിയാണ്. നിമ്രോദ് എന്ന് പറയുന്ന നായാട്ടുവീരൻ ഒരു പണി പണിതിട്ട് ആകാശം മുട്ടുന്ന പണി കാണാൻ ദൈവം ഇറങ്ങി വന്ന പണി. ഒരല്ലുളിയ പറയണം, ആ പണി മൊത്തം കൂടെ കലങ്ങിയത് പാശ കലക്കിയ. സ്തോത്രം. ഒരു കാര്യം വ്യക്തമാണ്, പാശ കലങ്ങിയാൽ ഏത് പണിയും പൊടിയും. സ്തോത്രം. ഭാര്യ പറയുന്നത് ഭർത്താവിനും, ഭർത്താവ് പറഞ്ഞ ഭാര്യയ്ക്കും പിടികിട്ടില്ല, വീട് പൊളി. മക്കൾ പറയുന്നത് അപ്പനും, അപ്പൻ പറഞ്ഞ പിള്ളേർക്കും മനസ്സിലായില്ലെങ്കിൽ കുടുംബം പൊളി. കമ്മിറ്റി പറയുന്ന പാസ്റ്റർക്കും, പാസ്റ്റർ പറഞ്ഞ കമ്മിറ്റിക്കും മനസ്സിലായില്ലെങ്കിൽ സഭ പൊളി. പാശ കലങ്ങിയാൽ എല്ലാം പൊളി. ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മനുഷ്യന്റെ പണി പലതും പൊളിയാൻ കാരണം പാശ കലങ്ങിയതാ. ഹല്ലേലൂയ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന പിള്ളേരെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിൽ പാശ കലങ്ങിയതാ പ്രശ്നം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പണി. പാതാള ഗോപുരം അതിനെ കർത്താവ് പണി ആരംഭിച്ചത് പാശ തന്ന. പാശ കലക്കിയാണ് പണി പൊളിച്ചതെങ്കിൽ സഭയുടെ പണി തുടങ്ങിയത് പാശ തന്ന. സ്വോത്രമീരാത്രി പറയണം, പാശ തന്നേക്കുന്നത് സഭ പണിയാനായിട്ടാ. ഓ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ള രാത്രി. ഹല്ലേലൂയ. അങ്ങ് യെരൂശലേം ദേവാലയത്തിലെ 12 ഗോത്രങ്ങൾ പങ്കെടുക്കുന്ന ലക്ഷോപലക്ഷം പേരുടെ പെരുന്നാൾ നടക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ കൂടിയ ആളുകളിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ മർക്കോസിന്റെ മാളിക മുറിക്ക് നേരെ ഓടി. അവർ ഓടിയത് വെടിക്കെട്ട് കേട്ടല്ല, ആനയടഞ്ഞത് കണ്ടല്ല, ഉരുളി കമത്തുന്നേ കണ്ടല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരോടിയത് പാശ കേട്ട. ഒരു കൊച്ചു വീടിന്റെ മോളത്തെ നിലയിൽ 120 പേര് പാശ പറഞ്ഞു. പാശ കേട്ടപ്പോൾ അവിടെ ഉള്ളവരെല്ലാം അവിടെ ഇങ്ങോട്ട് ഓടി വന്നു. ഹല്ലേലൂയ. അവര് വന്നപ്പോ ഇവരെല്ലാവരും പാശ, ഓരോ ഒരാൾ പോലും മുടങ്ങാതെ എല്ലാവരും പാശ പറയുക. അവരുടെ എല്ലാം മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പൊ അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഈ നട്ടുച്ച നേരത്ത് വീഞ്ഞു കുടിച്ചവരെ പോലെ, ലഹരി പിടിച്ചവരെ പോലെ ഇങ്ങനെ ഭാഷ സംസാരിക്കുന്ന ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? എടാ, വിരുന്നിനെ ക്ഷണിച്ചകത്ത് കയറിയ സന്തോഷമായി ഇന്ന് രാത്രി ക്ഷണിച്ചകത്ത് വരുന്നവന്റെ മുഖത്ത് ഇന്ന് രാത്രി ദൈവിക വിടുതലുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി. ഓ, നമ്മൾ വായിക്കുമ്പോൾ അവിടെ 3000 പേരെ വന്നുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കല്ലേ. വൈദ്യനായ ലൂക്കോസ് എഴുതിയപ്പോൾ അന്ന് 3000 പേര് സ്നാനപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത്. വന്നത് 30,000 പേരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വന്ന ജനക്കൂട്ടത്തിനകത്തുനിന്ന്
പത്രോസ് പറയുന്നത് കേട്ട് 3000 പേര് സ്നാനപ്പെട്ടോടെ ലിസ്റ്റ് അന്നും കണക്കി വരത്തുള്ളൂ, ഇന്നും ഒന്നും മിണ്ടുന്നില്ല. സാറേ 30,000 പേര് വന്നാലും സ്നാനപ്പെട്ടവരുടെ അതേ ലിസ്റ്റിൽ വരത്തുള്ളൂ. അങ്ങനെ ലിസ്റ്റിലുള്ളവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞേ. ഇല്ലാത്തൊരു വിഷമിക്കണ്ട, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ റെഡിയാ. പ്രൈസ് ദി ലോർഡ്. നീ സ്നാനപ്പെട്ടോണം. ഞാൻ അങ്ങോട്ട് സമയം ഉണ്ടെങ്കിൽ വരാം, തിരിച്ചു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ആള് കൂടിയത് PC ചെറിയാനോ പത്രോസ് ഉപദേശിയോ യോഹന്നാനോ യാക്കോബോ ഒന്നും പ്രസംഗിച്ചത്, KJ തോമസ് പ്രസംഗിച്ച കേട്ടൊന്നുമല്ല. ആള് വന്നത് അന്യഭാഷ കേട്ടാ വന്നേ. സ്തോത്രം പറയണം. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ആദരണീയായ ഒന്നാമത്തെ പോപ്പായ പത്രോസ് പ്രസംഗിക്കും എന്ന് പറഞ്ഞ് നോട്ടീസ് കണ്ടുവന്നതൊന്നുമല്ല. പത്രോസ് പ്രസംഗിക്കാൻ വന്നതുമല്ല. ഇവരെല്ലാം കൂടെ ചോദിച്ചു, ഈ സന്തോഷം കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അന്നേരം അതിന് മറുപടി പറയാൻ 11 പേരുടെ കൂടെ എഴുന്നേറ്റ് നാം കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് പ്രസംഗമായത് അവരല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രസംഗമല്ല, ആരാധന വെളിപ്പെട്ടാൽ, അഭിഷേകം വെളിപ്പെട്ടാൽ, അന്യഭാഷ വെളിപ്പെട്ടാൽ അഴിയാത്ത സാമുദായിക ബന്ധനങ്ങളില്ല, അന്യാരാധന ശക്തികളില്ല, ആഭിചാര കോട്ടകളില്ല. ഈ രാത്രി നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെ നാവ് തുറന്ന് നീ ഉപയോഗിക്കാൻ തയ്യാറായാൽ ഒന്ന് നിന്റെ അകത്ത് സന്തോഷം, നിന്റെ മുഖത്ത് സന്തോഷം, വരുന്നവനും വിടുവിക്കപ്പെടും. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ മഹാമനസ്കനായ മനുഷ്യൻ ആളയച്ചു, ക്ഷണിച്ചു. ക്ഷണിച്ചവരെല്ലാം ഒഴിവുകഴിവുകൾ പറഞ്ഞ് ക്ഷണം നിഷേധിച്ചു. അപ്പൊ രാജാവിന് കോപമുണ്ടായിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഈ മാന്യന്മാരെ ഒന്നും ഇനി വിളിക്കാൻ പോകണ്ട. നിങ്ങളുടെ അല്ലേ പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ ചോറില്ലെങ്കിലും അത്യാവശ്യം കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് ധാരണയുള്ളവന്മാരെ ഇനി വിളിക്കണ്ട. ഞാനൊരു തീരുമാനം എടുത്തു, സമ്പന്നന്മാരെ എല്ലാം വെറുതെ അയക്കുക. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. എന്നിട്ട് നിവൃത്തിയില്ലാത്ത ദരിദ്രനെയും അംഗഹീനനെയും ആരും ക്ഷണിക്കാതെ അവഗണിക്കപ്പെട്ടൊരു സമൂഹത്തെ പോയി വിളിച്ചോളാൻ പറഞ്ഞു. ഒരല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ഞങ്ങൾ യോഗത്തിൽ ക്ഷണിക്കുന്നത് യോഗ്യത കൊണ്ട് നീ വന്നില്ലെങ്കിലും അയോഗ്യനെന്ന് ലോകം വിധി പറഞ്ഞ നിന്നെ അകത്ത് കയറ്റി യോഗ്യനാക്കാൻ കരുത്തുള്ള ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. അവൻ വിളിക്കുന്നത് കേട്ട് അകത്ത് കയറിയാൽ നിന്റെ സ്ഥിതി രാത്രി മാറുകയാണ്. അപ്പൊ ഈ ദാസന്മാരാദ്യം പോയി വിളിച്ചു. വിളിച്ചവരെല്ലാം കൂടെ ഇത്രയും മാന്യനായ മനുഷ്യന്റെ ക്ഷണമല്ലേ, അവരെല്ലാം കൂടെ ഓടി വന്ന് കയറി. പക്ഷെ കസാറ പിന്നെയും വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, യജമാനനെ ഞങ്ങൾ നീ പറഞ്ഞത് ചെയ്തു, ആള് കയറിയിട്ടുണ്ട്, പക്ഷെ ഇനിയും സ്ഥലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറഞ്ഞ് 2000 എന്ന് പറയുമ്പോൾ ഒരു യുഗത്തിന്റെ അവസാനമാണ്. എന്നേരം കർത്താവ് വരും. യുദ്ധങ്ങൾ കേൾക്കുന്നു, യുദ്ധശ്രുതി കേൾക്കുന്നു, പ്രകൃതിക്ഷോഭം കേൾക്കുന്നു, കടലിളകുന്നു, കരയിളകുന്നു, ആകാശത്തിൽ അടയാളങ്ങൾ കാണുന്നു, ലോകത്തിന്റെ മനോഹര വസ്തു വെളിപ്പെടാൻ പോവാന്ന് പറഞ്ഞു. 2025 വന്നില്ല. പ്രൈസ് ദി ലോർഡ്. വരാഞ്ഞത് പ്രസംഗത്തിന്റെ കുഴപ്പമോ പറഞ്ഞതിന്റെ കുഴപ്പമോ അല്ല, കസാറ നിറഞ്ഞിട്ടില്ല. ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്ന് പറഞ്ഞൊരു സംഖ്യ കർത്താവ് കുറിച്ചിട്ടുണ്ട്. ആ കുറിച്ച സംഖ്യ ഇന്ന് രാത്രി പുതുപ്പള്ളി കൺവെൻഷനിൽ തികഞ്ഞാൽ നാളെ ഇവിടെ സഭായോഗം കാണത്തില്ല. നല്ല അല്ലേലൂയ പറയണം. ഇന്ന് രാത്രി സംഖ്യ തികഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കണമേ. സ്വർഗം കുറിച്ച സംഖ്യ ഈ രാത്രി തികഞ്ഞാൽ, നീയുടെ രക്ഷിക്കപ്പെട്ട് അകത്തു കയറിയാൽ, നീയുടെ രാത്രി രക്തത്താൽ കരുകൽ പ്രാപിച്ചാൽ, കരമുയർത്തി നല്ലൊരു അല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ ഏതെങ്കിലും സംഭവങ്ങളോ പ്രവചനങ്ങളുടെ നിവൃത്തിയോ കുറഞ്ഞിട്ടല്ല വരാതിരിക്കുന്നത്. ഇട്ട കസാറയിൽ ഇനിയും കുറച്ചുകൂടെ തികയാനുണ്ട്. അതാ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞ, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം യഹൂദന് അല്പമായി ഭ്രംശം സംഭവിച്ചിരിക്കുകയാണ്. ഈ കൺവെൻഷനിൽ
നീയുടെ ഹൃദയത്തിൽ രക്ഷകനായ യേശുവിനെ സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുടെ എഴുതുമ്പോൾ ഇട്ട കസാറ ഫില്ലായാൽ, പ്രൈസ് ദി ലോർഡ്, അടുത്ത നിമിഷം ഞങ്ങളെ പഠിപ്പിച്ച എം ഇ ചാക്കോ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാഹളം ഊതാൻ വേണ്ടി ദൂതൻ ഇങ്ങനെ വായിക്കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് കൽപ്പിച്ചാലേ ഊതാനൊക്കത്തുള്ളൂ. ഏതു സമയത്തും കൽപ്പിക്കും കേട്ടോ. ഇന്ന് രാത്രി ലോകം മുഴുവൻ ഇതുപോലെ കൺവെൻഷൻ നടക്കുക. ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് അകത്ത് കയറുമ്പോൾ സംഖ്യ തികഞ്ഞാൽ കാഹളം ഊതിയിരിക്കും. കാഹളം ഊതിയാൽ ഓ ഹല്ലേലൂയ, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇരുവരും ഒരുമിച്ച് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട്, കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട്, ഞൊടി നേരം കൊണ്ട് മധ്യാകാശത്തിലേക്ക് മേഘങ്ങളിൽ പറന്നുയരുമെന്ന് ഉറപ്പുള്ളവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാസന്മാര് വന്ന് പറഞ്ഞു, വേഗം പോ. വീണ്ടും പോയി കണ്ടവരെ എല്ലാം വിളിച്ചു. എല്ലാവരും അകത്ത് വന്നു. ഒരു സ്തോത്രം പറഞ്ഞു. കസാറകൾ മുഴുവൻ ഫില്ലായി. ഉടനെ ദാസൻ എന്ന് പറഞ്ഞ യജമാനനെ വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു എന്ന് പറയുകയും യജമാൻ ഇറങ്ങി വരികയും ചെയ്തു. യജമാനൻ ഇറങ്ങി വരാൻ താമസിക്കുന്നത് ദാസന്മാർ ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല നിറഞ്ഞെന്നുള്ളതിൻ്റെ. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ദാസന്മാര് നിറഞ്ഞെന്ന് റിപ്പോർട്ട് കൊടുത്താൽ അടുത്ത നിമിഷം രാജാവ് ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പിതാവിന്റെ കൽപ്പന കാത്ത് പുത്രൻ വെയിറ്റ് ചെയ്യുകയാണ്. തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ കസാറകൾ ഫില്ല എന്നറിഞ്ഞാൽ ചേർക്കാൻ ഇറങ്ങി വരുന്ന ഒരു യേശു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്നേഹിതാ, നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികമായ ആയുസ് ഈ 90-ാം സങ്കീർത്തനത്തിലെ മോശ പാടുമ്പോൾ 3 കാര്യം പറഞ്ഞു. 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നീ അവരെ ഒഴുക്കിക്കളയും. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു പുല്ല് ഉണങ്ങുന്ന പോലെ ഉണങ്ങിപ്പോകും. 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഞങ്ങൾ പറന്നു പോകും. 3 ഗ്രൂപ്പിനെ കാണിച്ചേക്കുക. ഒന്ന്, ഇവിടെ ജീവിച്ചിട്ട് ഒഴുകിപ്പോകും. സ്തോത്രം. 2, പുല്ലുണങ്ങുന്ന പോലെ ഉണങ്ങിപ്പോകും. 3, ഞങ്ങളുടെ ആയുസ് 70, ഏറെയായാൽ 80. അത് വളരെ കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ്. അത് വേഗം തീരും. ഞങ്ങളിവിടുന്ന്. അപ്പോൾ പറന്നു പോകുന്നൊരു ഗ്രൂപ്പുണ്ട്, ഒഴുകിപ്പോകുന്നൊരു ഗ്രൂപ്പുണ്ട്, ഉണങ്ങിപ്പോകുന്നൊരു ഗ്രൂപ്പുണ്ട്, പറന്നു പോകുന്ന ഗ്രൂപ്പുണ്ട്. നീ ഏത് ഗ്രൂപ്പിനകത്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറയണം. ഇതിനകത്ത് തീരുമാനിച്ചോണം. നീ ഇവിടെ ജീവിക്കുന്നത് പറന്നു പോകുന്ന ഗ്രൂപ്പിനകത്തായിരിക്കണം. ഒഴുകിപ്പാനല്ല. ഈ രാത്രി ഉണങ്ങിപ്പാനല്ല. പലതിനെയും ദൈവം ഉണക്കുകയാ, പലതിനെയും ദൈവം ഒഴുക്കുകയാ. പക്ഷെ ഇന്ന് രാത്രി നീ പറയണം ഞങ്ങൾ പറന്നു പോകും. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിഷമിക്കാതിരിക്കാമേ ഞാനൊരു കാര്യം പറയാം. നമ്മളൊക്കെ യോഗത്തിന് വരുമ്പോഴും മരണ വീട്ടിൽ വരുമ്പോഴൊക്കെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ചെന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛാ ബിസിനസ്സിൽ തീരെ ഡള്ളാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു എന്താടോ തൻ്റെ ബിസിനസ്? അത് അച്ഛൻ അറിയണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഉടനെ പിന്നെയും ചോദിച്ചു തൻ്റെ ബിസിനസ് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞില്ല. അവസാനമാണ് അവന് ശവപ്പെട്ടി കച്ചവടമാണെന്ന്. അപ്പം നമ്മൾ കർത്താവ് ഇന്ന് രാത്രി വിടുവിക്കണേ, സൗഖ്യമാക്കണം എന്നൊക്കെ പറയുമ്പോൾ മറ്റവനെ പെടുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ പെട്ടി ഉറണവേലി ഇന്ന് രാത്രി. നിങ്ങളറിയാതെ അവനും നമ്മുടെ യോഗത്തിന് വന്നിട്ടാണ് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ വന്ന് ഇതിലേ കൂടെ കയറി അതിലേ ഇറങ്ങി ഒരു പോക്ക്. നമുക്ക് തോന്നും വാളണ്ടിയർ ഒന്നുമല്ല. പുള്ളി ഒന്ന് അങ്ങനെ വേഷം മാറി അങ്ങ് ഇറങ്ങിപ്പോയതാണ്. പോയ പോക്ക് 2 സൈഡിൽ നോക്കിപ്പോയി. അത് 5 അടി 3 ഇഞ്ച്, ഇത് 6 അടി 2 ഇഞ്ച്, അത് 4 അടി 9 ഇഞ്ച്, 56 ഇഞ്ച് വണ്ണം, എല്ലാം കണക്കെടുത്തിട്ടാവും പോയ. മനക്കണക്ക കണ്ണുകൊണ്ട് അളക്കുന്നത്. സ്തോത്രം. അപ്പം നാളെ നമ്മൾ ചെല്ലുകയാണ്. ഒരു തുണിയും വലിച്ച് കീറി 2 സൈഡ് കെട്ടും കെട്ടി മോർച്ചയുടെ മാർക്കിന് കീർത്തം തുണിയും കൊണ്ട് ചെല്ലുമ്പോൾ മോനെ ഈ അളവ് പറഞ്ഞു. അച്ഛാ അത് 2 ആഴ്ച മുമ്പ് ഞാൻ പണിത് വെച്ചേക്കാം, കൊണ്ടുപോയിക്കോളാൻ പറയും. നമ്മളറിയാതെ തന്നെ 2 ആഴ്ച മുമ്പ് അവൻ അളവെടുത്തു.
നമ്മളിപ്പോൾ മോർച്ചറി ചെന്ന് അളവെടുത്തു, നമ്മളൊന്നും മിണ്ടുന്നില്ല. പ്രൈസലോ, നമ്മുടെ എല്ലാം പെട്ടി റെഡിയാ. ഒരു സ്വത്രം പറഞ്ഞ് നീ പറന്നാണോ ഒഴുകിയാണോ കരിഞ്ഞാണോ പോലും തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ രാത്രിയിൽ നീ ക്ഷണം നിഷേധിക്കല്ലേ. കാളയുടെ പേര് പറഞ്ഞോ, പൊന്നിൻ്റെ പേരോ മണ്ണിൻ്റെ പേരോ പെണ്ണിൻ്റെ പേരോ പറഞ്ഞ് നീ വിളി നിഷേധിക്കരുത്. ഇന്ന് രാത്രി വിളിച്ചവൻ വിശ്വസ്തനാകയാ. എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ച ഉറപ്പോടെ ദൈവത്തിങ്കലേക്ക് അടുത്തു വരാൻ തയ്യാറാകുമെങ്കിൽ ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്നാൽ നമ്മുടെ സമയം ഒരുപാട് ഓടിപ്പോകുന്നതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. നമുക്ക് ദൈവം അനുവദിച്ചാൽ മടങ്ങി വരാം. എല്ലാം തീർന്ന ശേഷം ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. ഈ ഒരു കാര്യം നമ്മളോട് പറയാൻ വേണ്ടി പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതിനു വേണ്ടി 2 ഉപമകൾ പറഞ്ഞു. 2 ഉപമയും പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ വേണ്ടിയാ. ഒരല്ലേ പറഞ്ഞ് കർത്താവ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലെല്ലാം പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? അത് ഗ്രീക്കിൽ പറയണ്ടല്ലോ, അല്ല? നീ മനസ്സിലാകുന്ന ഗ്രീക്കിൽ ആടിൻ്റെ കാര്യം പറയണോ, ഹീബ്രുവിൽ പറയണോ? അല്ല, കർത്താവ് അങ്ങനൊന്നും പറഞ്ഞില്ല കേട്ടോ. കർത്താവ് ഒരു മനുഷ്യൻ 100 ആട്. ഏത് സാധാരണക്കാരനാണ് മനസ്സിലാകാത്ത? സ്കൂളിൽ പോയിട്ടില്ലാത്ത ആദിവാസിക്ക് മനസ്സിലാകുമല്ലോ 100 ആടെന്ന് പറഞ്ഞ. ഹലോ, അതിലൊന്ന് കാണാതെ പോയി. അതാർക്കാ പിടി കിട്ടാത്ത? പ്രൈസലോ, ലളിതമാ, കർത്താവിൻ്റെ എല്ലാം കിട്ടും. കാര്യം ഗ്രഹിക്കണം നീ. ആ 99നെയും ഗോശാലയിൽ അടച്ചിട്ടിട്ട് ഈ ഇടയൻ പോയി കാണാതെ പോയ ഒന്നിനെ തേടി ചെന്നപ്പോൾ മലയിടുക്കളുടെ അടിവാരത്തിൽ മരണത്തിൻ്റെ താഴ്വരയിൽ, കൂരിരുൾ താഴ്വരയിൽ, അന്ധകാരത്തിൻ്റെ അധിപതിയുടെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആടിൻ്റെ ദയനീയമായ കരച്ചിൽ ഇടയൻ കേട്ടിട്ട് അവൻ ചെന്ന ദുഷ്ടമൃഗത്തിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അകപ്പെട്ടു പോയ പലതിനെയും വിടുവിപ്പാൻ കരുത്തുള്ള ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. അത് നിർത്തിയിട്ട് കർത്താവ് പറഞ്ഞു, ഒരു പെങ്കൊച്ചിന്റെ കയ്യില് 10 ദ്രഹ്മയുണ്ടായിരുന്നു. അവിടെ പാപി നിശ്ചയിക്കുന്ന സാധന 10 ദ്രഹ്മ. അതിൽ ഒന്ന് കാണാതെ പോയി. അവള് ആദ്യം വിളക്ക് കത്തിച്ചു. തൻ്റെ നഷ്ടപ്പെട്ട നന്മ തിരിച്ചു പിടിക്കാൻ കഴിയാതെ മൂടിക്കിടക്കുന്ന ഇരുട്ടിനെ മാറ്റി. ഒരു സ്വതന്ത്രം പറയണം. പല കുടുംബത്തിലെ നന്മയും കുടുംബത്തിൽ തന്നെ വീണ് കിടപ്പുണ്ട്. പക്ഷെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ വഴിയാതെ അന്ധകാരം മൂടിയേക്കുക. ഇന്ന് രാത്രി ആ ഇരുട്ടിന്റെ വ്യാപാരത്തെ ആത്മാവിന്റെ കരുത്തിൽ ശാസിച്ചുകൊണ്ടിരിക്കുകയാ. നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ നിന്റെ കൂടാരത്തിൽ മറഞ്ഞു പോയിട്ട് അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത കുടുംബത്തിൽ ഈ രാത്രി യേശുവിന്റെ വെളിച്ചമുദിക്കണം. വിളക്ക് കത്തിച്ചപ്പോൾ മനസ്സിലായത് വീട് മുഴുവൻ പൊടി കിടക്കുക. സ്തോത്രം. നമ്മൾ ഈ ധൃതിയിലൊക്കെയുള്ള വൃത്തിയാക്കുണ്ട്. ഇപ്പൊ പാസ് വരുന്നു, കോളിംഗ് ബെല്ലടിക്കുന്നു, പെട്ടെന്ന് ചൂലെടുത്ത് കഥ തുറക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് തൂത്ത് കുറച്ച് കട്ടിക്കീഴെ കയറ്റി, ഇങ്ങോട്ട് സെറ്റ് കീഴിലും കയറ്റി, അവിടെ കസാറക്കീഴിലും കയറ്റിയിട്ട് ആ ഫ്രണ്ട് വൃത്തിയാക്കും നമ്മൾ. ഇത് പല പ്രാവശ്യമായപ്പം ഈ അടിയിലെല്ലാം ഒരുപാട് പൊടി കൂടി. ഹലോ, അതിനകത്ത് ഈ പൊങ്കൊച്ചിൻ്റെ ദ്രഹ്മ പോയേക്കുന്നത്. ഒന്ന് ഇരുട്ട്, 2 പൊടി. അവൾ രണ്ടാമത് ഇത് പൊടി അടിച്ചു വാരി. ഒരു സ്വതന്ത്രം പറയണം. ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും നിന്നെ പൊടി മൂടിക്കിടക്കുകയാണെങ്കിൽ അത് അടിച്ചു വാരിയാലേ നിനക്ക് വെളിയിൽ വരാനൊക്കത്തുള്ളൂ. ഒരല്ലേലൂയ രാത്രി പറയണം കേട്ടോ. അല്ലേലൂയ. ഒന്ന് ഇരുട്ട് മാറ്റി 2 പൊടി അടിച്ചു മാറിയപ്പോൾ സാധനം വീട്ടിൽ തന്നെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ പുതുപ്പള്ളി പോയാൽ പിന്നെ പൂയപ്പള്ളി ചെന്ന തപ്പുന്നേ. അതാ കുഴപ്പം. പോയത് പുതുപ്പള്ളിയില്ല, പക്ഷെ പൂയപ്പള്ളി ചെന്ന തപ്പുന്നേ. കിട്ടത്തില്ല. തപ്പുന്ന ഇവിടെ തന്നെ തപ്പണം കേട്ടോ. അത് കിട്ടി. ഇവർ 2 പേരും നഷ്ടപ്പെട്ടത് കിട്ടിയപ്പോൾ സന്തോഷിച്ചു. അതാ കർത്താവ് പറഞ്ഞൊരു കാര്യം. നഷ്ടങ്ങൾ മനുഷ്യന്റെ സന്തോഷത്തെ കെടുത്തു. തിരിച്ചു പിടിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ഒരല്ലേ പറയണം. കർത്താവ് പറഞ്ഞ ആടിനെ തിരിച്ചു കിട്ടി, ഇടയൻ സന്തോഷിച്ചു. സ്തോത്രം. ദ്രഹ്മ കിട്ടിയ ഈ സ്ത്രീയും
സന്തോഷിച്ചു. ഇത് രണ്ടും പറഞ്ഞത് മൂന്നാമത്തെ സംഭവം പറയാനായിട്ട്. മറ്റേ രണ്ട് ഉപമയാ, അടുത്ത സംഭവം. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഉപമയല്ല, യാഥാർത്ഥ്യം. അതിലിളയവൻ, കൃത്യമായ കാര്യം, അതിലിളയവൻ അപ്പൻ്റെ അടുക്കെന്ന് പറഞ്ഞ, അപ്പ ന്യായമായിട്ട് എനിക്ക് വരേണ്ടുന്നത് തരണം. അവൻ മാന്യനായ ചെറുപ്പക്കാരനാണ്, അർഹതയില്ലാത്ത ഒന്നും ചോദിച്ചില്ല. ഒരല്ലടിയെ പറഞ്ഞ് ന്യായമായിട്ട് അവന് വരേണ്ടത് തരണമെന്നേ പറഞ്ഞു. അപ്പൻ അവനെക്കാട്ടി മാന്യനാ. സ്വതന്ത്രം. അപ്പൻ എന്നേരമേ ഉള്ള സ്വത്ത് നേരെ പപ്പാതി ഡിവൈഡ് ചെയ്ത് ഇവനും ചോദിക്കാത്തവനും കിട്ടി. ചോദിച്ചത് ഒരുത്തൻ, ചോദിക്കാത്ത ചേട്ടനും കിട്ടി. ഒരല്ലിയെ പറഞ്ഞ് ചേട്ടന് കിട്ടിയതിൻ്റെ പ്രയോജനം എന്നാന്ന് പോലും അവൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ അതുകൊണ്ട് തലവണക്കീഴെ വെച്ചു. നേർപകുതി സ്വത്ത് അവൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എന്തിനാണെന്ന് അവൻ അറിയത്തില്ല. പിന്നെ അവൻ ആകെപ്പാടെ പനി വരുമ്പോൾ 91 വായിക്കും, കല്യാണം വരുമ്പോൾ 45 വായിക്കും, ഉറപ്പിനാണ് 20 വായിക്കും, കയറി താമസമാണെങ്കിൽ 30 വായിക്കും. അങ്ങനെ 3-4 എണ്ണം അറിയാം, വേറൊന്നും അവൻ നോക്കുന്നില്ല. ആധാരത്തിൽ കിടക്കുന്ന മൊത്തം ഇവനാണെന്ന് നിങ്ങൾ മിണ്ടുന്നില്ല. എന്തിനാ കിട്ടിയെന്ന് പോലും ഇവൻ അറിയത്തില്ല. ഒരല്ലിയെ പറഞ്ഞ്. എന്നാൽ മറ്റേ ചെറുക്കൻ കിട്ടിയപ്പോഴേ എല്ലാം വിറ്റ് സ്വരുക്കൂട്ടി ദൂരദേശത്തേക്ക് പോയി. ഒരല്ലേലൂയ പറയണം. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അപ്പൻ്റെ സാന്നിധ്യം വിട്ടു, അപ്പൻ്റെ സാന്നിധ്യത്തിൽ നകന്നു. ഹല്ലേലൂയ. സ്നേഹിത, നീ എത്ര മിടുക്കനാണെങ്കിലും, നിന്നെ കണക്കൂട്ടലൊക്കെ എത്ര കാൽക്കുലേറ്റ് ചെയ്താണെങ്കിലും അപ്പൻ്റെ സാന്നിധ്യം വിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ പൊളി. സന്തോഷമുള്ളൊരു സ്വോത്രം പറഞ്ഞാൽ മതി. നീ എത്ര മിടുക്കനാന്ന് പറഞ്ഞ് കണക്ക് കൂട്ടിയാലും അപ്പൻ്റെ സാന്നിധ്യത്തിൽ നീ അകലുന്നതനുസരിച്ച് പ്രാപിച്ചതെല്ലാം പോയിക്കൊണ്ടിരിക്കും. അവനെ എൻ്റെ ഒരു ചിന്തയാണ്, ഒരു 10 ഏക്കർ റബ്ബർ തോട്ടം ആയിക്കൊണ്ടായിരുന്നിരിക്കട്ടെ, അവിടെ ഒന്നും അതില്ല കേട്ടോ. 5 ഏക്കർ മൂത്തോന് കൊടുത്തു, 5 ഏക്കർ ഇവനെ കിട്ടി. 10 ഏക്കർ 10 പറ കണ്ടം വിതയ്ക്കുന്ന കണ്ടം ഉണ്ടായിരുന്നു, 5 പറ അവന്, 5 പറ ഇവന് കിട്ടി. സ്തോത്രം. ഒരു 10 ഏക്കർ തെങ്ങും തോപ്പ് ഉണ്ടായിരുന്നു, 5 അവന്, 5 ഇവന്. ഇങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്തു. 100 പശു ഉണ്ടായിരുന്നു, 50 പശു അവന്, 50 പശു ഇവന്. 100 കഴുത, 50 അവന്, 50 ഇവന്. 250 ആട്, 125 അവന്, 125. ഇങ്ങനെ എല്ലാം പപ്പാതി. ഒരല്ലലിയെ പറഞ്ഞ് അപ്പൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പപ്പാതി. ഇതെല്ലാം കൂടെ വന്ന് ഇവൻ വിറ്റ് സ്വരുകൂടി ചാക്ക് കണക്കിന് കാശ്, വേർക്കാതെ അധ്വാനിക്കാതെ ഒരു കപ്പടയുള്ള കാട് പോലും പറിക്കാതെ ഇവനൊരു സുപ്രഭാതത്തിൽ പണക്കാരനായി. പ്രൈസലോ. കൈലി ഉടുത്ത് ബെന്നിനൊക്കെ ഇട്ട് വീട്ടിൽ കിടന്ന ചെറുക്കൻ ഇപ്പം പാൻ്റായി, ഇൻ ചെയ്യുന്ന ഷർട്ടായി, ബെൽറ്റായി, സൂട്ട് കേസായി, എന്ന് വേണ്ട ടൈ ആയി, നമ്മുടെ മോദിച്ചിടുന്ന പോലെ പുറത്തിടുന്ന 2ാമത്തെ കോട്ടായി. ഇവൻ ആള് മാറി. ഇവനെ ഇപ്പോൾ ആളുകൾ വിളിക്കുന്നത് സാറേ എന്നാണ് വിളിക്കുന്നത്. ഇവൻ സ്കൂളിൽ പോലും പഠിച്ചോന്ന് അറിയത്തില്ല, ഇവൻ ആരെയും പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഇവനിപ്പോൾ എല്ലാവരും എന്താ വിളിക്കുന്നത്? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇവനിപ്പോൾ സാറായി. അപ്പോൾ ഈ കാശ് എന്നോ ചെയ്യണമെന്ന് അറിയില്ല. ഇതിൽ എഴുതിയേക്കുന്ന യേശു പറഞ്ഞേക്കുന്നത് അവൻ സ്വത്ത് നാനാവിധമാക്കിയെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ചാക്കുംപടി കാശല്ലേ, കുറച്ചുകൊണ്ട് അവനൊരു ടൂറിസ്റ്റ് ബസ്സും ഒരു ടെമ്പോ ട്രാവലറും ഒരു ജീപ്പും ഒരു ഓട്ടോറിക്ഷയിലും മേടിച്ച് വണ്ടിയുടെ ഒരു പരിപാടി, അതിനൊരു ഓഫീസ്, അതിന് 4 സ്റ്റാഫ്, അവരെല്ലാം സാറെന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. വൈകിട്ട് ബാഗ് നിറച്ച് പൈസ. ഇപ്പുറത്ത് മാറി വെച്ച് ഒരു ഫാം ആരംഭിച്ചു, അപ്പുറത്ത് മാറി ചെറിയൊരു സ്കൂൾ ആരംഭിച്ചു, ഇപ്പുറത്തോട്ട് മാറി അവന് സ്വതന്ത്രം ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. കാശ് ചിലവാക്കണ്ടേ? നാനാവിധമാക്കിയെന്ന. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. ഉള്ള പൈസ പലതിനായിട്ട് അവൻ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അവനെല്ലാത്തിൻ്റെ മുതലാളിയായി. വൈകിട്ട് ഓഫീസിൽ ചെല്ലുന്നു, വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു, സല്യൂട്ട് കൊടുക്കുന്നു, സാറിനെ സ്വീകരിക്കുന്നു. സാറ് താമസം ഹോട്ടലിലാക്കി. ഹലോ, പ്രൈസലോ. കപ്പയും ചോറും ചേമ്പും ഒക്കെ കഴിച്ച് അപ്പൻ്റെ കൂടെ താമസിച്ചവൻ ഇപ്പോൾ അതൊന്നും കഴിക്കാതെ അവനിപ്പോൾ KFC, ഡ്രം സ്റ്റിക്ക്, പ്രൈസലോ, ചിക്കിങ് ഒക്കെ അവൻ കഴിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ്റെ സ്ഥിതി മാറി, കൂട്ടുകാരും മാറി, സ്റ്റാൻഡേർഡ് മാറി. അങ്ങനെ ആയപ്പോഴാണ് അപ്പുറത്ത് വണ്ടി 14-ാം മൈലിലേക്കൊക്കെ മറിഞ്ഞു. സ്തോത്രം. മറിഞ്ഞ കാര്യം പറഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേന് ഇപ്പുറത്ത് ഓട്ടോറിക്ഷ ഇടിച്ചു. നമ്മളൊന്നും മിണ്ടുന്നില്ല. എടാ, ഇതെല്ലാം കൂടെ പൊളിയാൻ അല്പസമയം മതി. നീ ഒത്തിരി ഷൈൻ ചെയ്ത് പോയാൽ നീ ഒരു കാര്യം ഓർത്തോണം, ഇതെല്ലാം കൂടെ തീരാൻ അധിക സമയം വേണ്ട. നല്ല സന്തോഷത്തോടെ ഈ രാത്രി ഹല്ലേലൂയ പറയണം. ഇവൻ ധരിച്ചത് ഇതൊന്നും തീരത്തില്ലെന്നാ, പക്ഷെ എല്ലാം തീർന്നു. അങ്ങനെ എഴുതിയേക്കുന്നേ, എല്ലാം തീർന്നു. അവന് മുട്ട് വന്ന് തുടങ്ങി.
മുട്ട് വരുമ്പോൾ ഓർത്തോണം അപ്പൻ്റെ വീടിനെ കുറിച്ച്. സ്തോത്രം. ഇവനെ ആദ്യം പഠിപ്പിച്ച വാക്യം വീട്ടിലിരുത്തി, അപ്പൻ്റെ മടിയിരുത്തി, വൈകിട്ട് വേദപുസ്തകം വായിക്കാൻ നേരത്ത് പ്രാർത്ഥിച്ചത് അമ്മ പറഞ്ഞു, മോനെ പറഞ്ഞാട്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു. അവന് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്ന് പഠിപ്പിച്ച വാക്യം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മുട്ട് വന്ന് തുടങ്ങി. മനസ്സിലാകുന്നുണ്ട്? നിന്നെ ചെറുപ്പത്തിൽ മടിയിരുത്തി പഠിപ്പിച്ചത് ഇത് വരുമെന്ന് കണ്ടിട്ടാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിനക്കിപ്പോൾ അത് മനസ്സിലായില്ല. ഇപ്പോൾ ആരാധന നിനക്കൊരു അവജ്ഞയാ, കയ്യടി അതിനേക്കാളുള്ള അവജ്ഞയാ. അന്യഭാഷ കേൾക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് രാത്രി നീ ഒരു കാര്യം ഓർത്തോണം, അപ്പൻ്റെ സന്നിധി വിട്ടാൽ നീ ഇന്നല്ലെങ്കിൽ നാളെ മുട്ടു വന്ന് തുടങ്ങുമെന്ന് ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാം തീർന്നു കേട്ടോ, എല്ലാം തീർന്നു. മുതലാളിയും പോയി, സാറും പോയി. ഇപ്പൊ പുള്ളി ജോലി അന്വേഷിച്ച് നടക്കുക. ആര് ജോലി കൊടുക്കാൻ? ഇവനൊരു ജോലി അറിയത്തില്ല. ഇവൻ അപ്പൻ്റെ ഉള്ളത് കളിപ്പിച്ച് മേടിച്ച് സൂചിച്ച് നടക്കാനല്ലാതെ ഒരു ജോലി ഇവൻ അറിയത്തില്ല. ഹല്ലേലൂയ. അവൻ ചെന്ന് അവസാനം ഒരു പന്നി മുതലാളി അവന് പന്നിയെ നോക്കാൻ ജോലി കൊടുത്തു. അവനോടൊരു കാര്യം പറഞ്ഞു, പന്നിയെ നോക്കിക്കോണം, പക്ഷെ വാളവരെ നോക്കല്ല. ഒരു ഉപദേശി പണ്ട് പ്രസംഗിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് വാളവര, ലഞ്ച് വാളവര, സ്തോത്രം, സപ്പർ വാളവര. ഹലോ, ഒന്നുമില്ല, ചുമ്മാ എഴുതിയേക്കുക. പന്നിക്ക് കൊടുക്കുന്ന വാളവരയെങ്കിലും തിന്ന് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അതും അവന് പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ, അങ്ങനെ എഴുതിയേക്കുന്നത്. പന്നിക്ക് കൊടുക്കുന്ന വാളവരയെങ്കിലും തിന്ന് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷെ അതും അവന്. അപ്പൊ പിന്നെ എങ്ങനെ വാളവര ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്? പ്രൈസ് ദി ലോർഡ്. ലഞ്ച് എങ്ങനെ കഴിച്ച്? ഡിന്നർ എങ്ങനെ കഴിച്ച്? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഉടല് പന്നിക്കൂട്ടിലാണെങ്കിലും മനസ്സപ്പന്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് രാത്രി പലരുടെയും ഉടല് പന്നിക്കൂട്ടില കേട്ടോ. മ്ലേച്ഛതകളും അശുദ്ധികളും പാപവും നിറഞ്ഞ പന്നിക്കൂട്ടിന്റെ നാറ്റം വമിക്കുന്ന പലരുമുണ്ട്. ഇന്ന് രാത്രി പന്നിക്കൂട്ടിലാണെങ്കിലും നീ അപ്പന്റെ വീടിനെ കുറിച്ച് ഒരോർമ്മയുണ്ടായാൽ ഇന്ന് രാത്രിയിൽ നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഓ, ഞാനേ പിറവത്ത് ആറിൻ്റെ തീരത്ത് ഒരു തീപ്പെട്ടി കമ്പനി നടത്തുന്ന ഒരു സണ്ണിച്ചാനുണ്ടായിരുന്നു. ബൈബിൾ സണ്ണിച്ചാനെന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അദ്ദേഹം തീപ്പെട്ടിക്കമ്പ് ഉണങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയൊരു മൈതാനമാണ്. ആ തറയിൽ എല്ലാ വർഷവും കൺവെൻഷൻ വെക്കും. തുടർമാനമായിട്ട് ഞാൻ അവിടെ പോയി എല്ലാ വർഷവും പ്രസംഗിക്കും. ഞാനങ്ങനെ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബഹുമാനായ ഒരു CSIയിലെ അച്ഛൻ ഉൾപ്പെടെ വേദിയിലുണ്ട്. അങ്ങനെ ഞങ്ങളിരുന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തർ ഒരു ജാറ് കൊണ്ടുവന്ന് ഈ സ്റ്റേജിൻ്റെ മൂലയ്ക്കോട്ട് വെച്ചിട്ട് സ്റ്റേജെ പിടിച്ചിങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുക. ഭയങ്കര കുടിയാണ്. അവൻ ഇട്ടേക്കുന്ന ഒരു കാക്കി ഉടുപ്പും കാക്കി പാൻറ്റുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ വല്ല KSRTCയിലെ ജോലിക്കാരനോ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാരനോ ആരെങ്കിലും നമുക്കറിയത്തില്ല, എന്ത് വലുതാകട്ടെ എന്ന് വെച്ചാൽ അവൻ നിന്നിങ്ങനെ ആടുകയാണ്. അപ്പം ജനത്തിൻ്റെ എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ പ്രസംഗത്തിന് അത് തടസ്സമായിട്ട് വന്നു. അപ്പം എന്തുമാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചു വരണമല്ലോ, അതിന് അവൻ്റെ തലയിൽ പോയി കൈവച്ചത് താമസം അവൻ ഉച്ചയും കുത്തി താഴെ വീണു. സ്തോത്രം. കുറച്ച് കഴിഞ്ഞ് സംഘാടകർ കൂടി അവനെ പിടിച്ചെണ്ണീപ്പിച്ച് അവിടെ ഇരുത്തി. അവനോട് ചോദിച്ചപ്പോൾ അവനെ ഈ കൊണ്ടുവന്നേക്കുന്ന ഒരു ജാർ ആസറ്റാണ്. ഞങ്ങളുടെ ദേഹത്ത് ഒഴിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല, അവന് കുടിച്ചേച്ച് ആ ആറ്റിച്ചാടാൻ വന്നതാണ്. ഈ ആസറ്റ് കുടിച്ചേച്ച് ആറ്റിച്ചാടാൻ വന്ന അവൻ്റെ പ്രശ്നം, അവന് ഒരു KSRTCയുടെ കണ്ടക്ടറാണ്. കിട്ടുന്ന പൈസ മുഴുവൻ കള്ളിഷാപ്പിൽ കൊടുത്ത് ഭാര്യയും തല്ലി പിള്ളേരെയും തല്ലി മുഴുവൻ കേസും വഴക്കും കടവുമായിട്ട് അന്ന് അവൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം.
ആ പ്രസംഗം ആറ്റുതീരത്ത് നിന്ന് നമുക്ക് കേട്ടോ, ആ വരവ് നേരെ ഈ ആസറ്റ് കൊണ്ട് ഇവിടെ വന്നേക്കുക. അന്ന് രാത്രി അവൻ രക്ഷിക്കപ്പെട്ടു. ഒരു സ്വോത്രം പറയണം. അല്ലെങ്കിൽ അവൻ ഇന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കുക. ഒരു നിമിഷം മതിയെന്ന് ജീവിതത്തിൻ്റെ മുഴുവൻ സ്ഥിതി മാറാൻ. ഇന്ന് രാത്രി ആത്മഹത്യ ഒന്നിൻ്റെ പരിഹാരമാർഗമല്ല. നീ ഇന്ന് രാത്രി ഒന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ നിന്നെ നോക്കി വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്പൻ ഇവിടെയുണ്ട്. നിന്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ഒരു അപ്പൻ ഇവിടെയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് ഏത് തകർന്നതിനെയും പണിയുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ റാന്നിയിലെ എൻ്റെ ചർച്ചിലെ 2ാം നിലയുടെ മുകളിലാണ് ആരാധന. അത് നല്ല സിസ്റ്റം വെച്ചേക്കാം. അതുകൊണ്ട് അടുത്തുള്ള മലകളിലെല്ലാം അതിൻ്റെ ആരാധന കേൾക്കാം. അപ്പോൾ പലരും അവരുടെ കൂട്ടായ്മയ്ക്കൊക്കെ പോയിട്ട് വന്ന് വീട്ടിലിരിക്കും. പ്രസംഗം വീട്ടിലിരുന്നാൽ കേൾക്കാം. അതുപോലുള്ള സംവിധാനം ചെയ്തേക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പടിക്കൽ ഒരു ബസ് സ്റ്റോപ്പ് കൂടാ. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഈ ആരാധന ഇറങ്ങിയിട്ട് അവന് ഞങ്ങളുടെ ഹോളി വന്ന് കയറി. ഹോളി കയറിയിട്ട് അവനെ പുറകിരുന്നു. ഒരു പ്രാകൃതമായ രീതി മുടിയൊക്കെ വളർത്തി, കണ്ണൊക്കെ കണ്ടാൽ തന്നെ ഒരു പേടിപ്പിക്കുന്ന കണ്ണൊക്കെ ഉള്ള, ഒത്തിരി വണ്ണമൊന്നുമില്ല, പക്ഷെ ഒരു ഭീകരത മുഖത്തുണ്ട്. അവനവിടെ ഇരുന്നു. യോഗം കഴിഞ്ഞു. അവന് ഈ എഴുതി വെച്ചേക്കുന്ന നമ്പർ, ആ ബോർഡിൽ നോക്കി നമ്പർ എഴുതി. എൻ്റെ നമ്പറാണ്. അവൻ അവിടെ നിന്ന് ചോദിച്ചു, ഈ നമ്പർ ആരുടെ? അവിടെ ഞാൻ നിൽക്കുന്ന ആളുടെ. അദ്ദേഹം അവിടുത്തെ പാസ് ഒന്ന് കാണാനൊക്കും, പിന്നെ കാണാനൊക്കും, അന്ന് എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണുമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കാനുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവരെ കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴത്തെ നെല്ലാണ് എൻ്റെ ഓഫീസ് റൂം. അപ്പോൾ അതിനകത്തോട്ട് പോയി ഇരുന്നപ്പോൾ പറഞ്ഞു, ഭാര്യയും പിള്ളേരെയും കമ്മിറ്റിക്കാരെയും എല്ലാം പറഞ്ഞു വിട്ട് സാറ് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ തന്നെ എല്ലാവരെയും വിട്ടു. കഥ അവനും അടച്ചു. കഥ കടച്ചു. 2 കാര്യം പറയാൻ പോവാ. കഥ കടച്ചും വെച്ച് ആരും അവിടെ ഇല്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ ഈ കരുത്തിൻ്റെ പുറകിൽ ഇങ്ങനെ കോടർ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു വടിവാൾ വലിച്ചു ഒരു മേശപ്പുറത്തോട്ട് വെച്ചു. എൻ്റെ ഉള്ള ജീവൻ പോയി കേട്ടു. എല്ലാവരെയും അടുത്ത മുറി കയറ്റി ഇവൻ കഥ കടച്ചെന്ന്. എന്നിട്ട് ഞാനും അവനും മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു ഇതെന്തിനാ? അല്ല സാറ് പേടിക്കണ്ട, അത് ഊരി വെച്ചു. പോക്കറ്റിൽ നിന്ന് അവന് ഒരു കൊച്ചു കുപ്പി എടുത്താൽ ഞാൻ ഇതെന്തുവാ? അത് സൈനൈഡാണ്, ഇത് വടിവാളാണ്. അത് 2 സാറ് പേടിക്കണ്ട, അവിടെ ഊരി വെച്ചു. ഇനി എൻ്റെ ഈ മാരക വസ്തുക്കളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ കാര്യം പറ. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ റാന്നി പാലത്തിനടുത്തൊരു വീട്ടിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഞാൻ പരോളിൽ ഇറങ്ങിയേക്കുക 7 ദിവസത്തെ പരോളിൽ. അതിനകത്ത് അവനെ കൊന്നിട്ട് തിരിച്ചെനിക്ക് അവിടെ ചെല്ലണം. അവനെ കൊല്ലാൻ ചെല്ലുമ്പോൾ സാധിക്കാതെ വന്ന പിടികൊടുക്കാതിരിക്കാൻ സൈനൈഡ് കൊണ്ട് നടക്കുക. സ്തോത്രം. ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇപ്പം ഇവിടെ വന്നേ? അത് ഞാൻ ഈ പടിക്ക് ബസ് നിർത്തിയപ്പോൾ ഇവിടുത്തെ ഒരു ആരാധന കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ ഭയങ്കര ഏതോ മനസ്സിലാകാത്ത ഭാഷയിൽ കയ്യടിയും ബഹളവും കേട്ടു. അത് കേട്ടപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയാന്ന് പറഞ്ഞു. ഓ, എനിക്ക് ഉണ്ടായ സന്തോഷം. ആരാധനയ്ക്ക് ഒരു കൊലയാളിയെ പിടിച്ചടക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തകർന്നവനെ പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരം ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. അവനെ കൊന്നില്ല. 1, അവൻ സൈനൈഡ് കഴിച്ചില്ല. 2, അവൻ ആ വടിവാളും സൈനൈഡ് കൊണ്ടുപോയില്ല. 3, അവൻ അവിടെ വെച്ച് മുട്ടയെ കുത്തിയിരുന്നു. അവൻ്റെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ കുറേ നാളുകൂടെ ജയിലിൽ കിടന്നു. അവൻ്റെ കേസുകളിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവിടെയുള്ള ആരാധനയിൽ അവൻ പങ്കെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ കുടുംബത്തിൻ്റെ തലമുറയുടെ കെട്ടഴിക്കാൻ കഴിയുന്ന ഒരു നാമം ഈ രാത്രി ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ആർക്കും വേണ്ടാത്ത ചിലതിനെ, എല്ലാവരും കൈവിട്ട ചിലതിനെ, എഴുതി തള്ളിയ ചിലതിനെ ഈ രാത്രി ദൈവം വിടുവിക്കുകയോ. ഇവരിതെല്ലാം കൊണ്ട് നശിപ്പിച്ചെങ്കിലും ഇവൻ പോയ അന്ന് തൊട്ട് ഒരപ്പൻ ഇവന് വേണ്ടി കാത്തിരിക്കുക. ഒരല്ലേലിയ പറയാം.
അപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാത്തിരുന്ന് മനസ്സിനൊരു പ്രയാസം വരുമ്പോൾ ഇറങ്ങി കിട്ടുന്ന വണ്ടിയെ കയറി കോട്ടയത്തെ ലൂലു സെൻറ്ററിലോ അല്ലെങ്കിൽ എറണാകുളത്തെ ലൂലു സെൻറ്ററോ എവിടെയെങ്കിലുമായിട്ട് അവനിങ്ങനെ ഇറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു പാക്കറ്റുണ്ട്. അമ്മ ചോദിച്ചു, എന്താ മനുഷ്യ? ഉടനെ പറഞ്ഞു, ഇതവിടെ വെച്ചേര്. ആർക്കാ? മൂത്ത മോനാണോ? അല്ല. ഈ എനിക്കാണോ? അല്ല. പിന്നെ ആർക്കാ? അതവിടെ വെച്ചേര് എന്നും പറഞ്ഞ് ഒരു പാക്കറ്റ് കൊടുത്തു. പാക്കറ്റിനകത്ത് എന്നാന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ ഒരു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രണ്ടാമത്തെ ഒരു പാക്കറ്റ്, ഇത് നീ അലമാരി വെച്ചേക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോഴും ഒരു പാക്കറ്റ്. ഒരല്ലേലൂയ പറയണം. ഇത് അമ്മയ്ക്ക് എന്നാന്നറിയത്തില്ല. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ അപ്പനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. ഒരല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി വീട് വിട്ടു പോയിട്ടും, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെല്ലാം നശിപ്പിച്ചിട്ടും അവൻ അറിയാത്തൊരു കരുതൽ അപ്പൻ കരുതുക. ഇന്ന് രാത്രി നിന്നോട് ദൂത പറയുന്നത്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത്, നിന്റെ ചെവി കേട്ടിട്ടില്ലാത്ത ചിലത്, ഓ ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ചിലത് നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ കരുതി വച്ചേക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തൻ്റെ തൊഴുത്തിൽ ഇഷ്ടം പോലെ കാളന്മാർ നിൽക്കുക, തൻ്റെ വയലിലൊക്കെ പൂട്ടാവുണ്ട് ഇഷ്ടം പോലെ കാളന്മാർ നിൽക്കുക. അതിലൊരു കാളയെ മാത്രം വയലിലിറക്കത്തില്ല. അവൻ പണിക്കാരോട് പറഞ്ഞു, അതിന് മാത്രം മറ്റുള്ള കാളയ്ക്കെല്ലാം ഒരു തിരി കച്ചു കൊടുക്കുമ്പോൾ അതിന് 2 തിരി കൊടുത്തേക്കണം, ഒരു ചരുവം പുടുമ്പൊടി കൊടുക്കുമ്പോൾ ഇതിന് 2 ചരുവം കൊടുത്തേക്കണം, ക്ഷീണിപ്പിക്കല്ലേ. അങ്ങനെ കൊടുത്തു ഇതിപ്പം കൂട്ടിനകത്ത് തടിച്ച കാളയായി. നല്ല പറഞ്ഞില്ല. അവിടെ ഒത്തിരി കാളന്മാരുണ്ട്. പക്ഷെ ഈ കാളയ്ക്കൊരു പേര്. എന്നാ പേര്? തടിച്ച കാള. സ്വത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വീട്ടുകാർ ചോദിച്ചു, ഇതിനെ മാത്രം എന്നാ കലപ്പയും കരുത്തേ വെക്കത്തില്ല, നുകവും വെക്കത്തില്ല, കണ്ടതിലും കൊണ്ടുപോകത്തില്ല, തിന്ന് തടിച്ചൊരു പരുവത്തിൽ നിൽക്കുകയാണ്, ഇതിനെ എന്താ നിർത്തിയേക്കുന്നത്? ആവശ്യം വരും, ഇരിക്കട്ടെ. പ്രൈസലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്നൊരുത്തൻ താടി വളർത്തി, മുടി വളർത്തി, ഹല്ലേലൂയ, കണ്ണു കുഴിഞ്ഞ്, കവിളൊട്ടി, ഹല്ലേലൂയ, വയറൊട്ടി, പേക്കോലമായി പന്നിക്കൂട്ടിലെ വസ്ത്രം ധരിച്ച് ഒരുത്തൻ നടന്നു വരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ഏതവസ്ഥയിലായാലും നിന്നെ മടക്കി പിടിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇവൻ ദൂരെ നിന്ന് വരുന്നത് അപ്പൻ കണ്ടു. കാരണം അപ്പൻ്റെ നോട്ടം മുഴുവൻ ഇവനെയാണ്. അപ്പൻ പ്രായം മറന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ്. അവൻ നടക്കുക, അപ്പൻ ഓടുക. നീ ദൈവത്തോട് അടുത്ത് വാ, എന്നാ ദൈവം നിന്നോട് അടുത്ത് വരും. ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ദൈവം ഈ പിതാവ് എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാ. ഓടിച്ചെന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് തൻ്റെ ആക്കാനൊരു കാരണമുണ്ട്. യഹൂദന്റെ പ്രമാണമനുസരിച്ച് ഒരു മകൻ ഷഠനോ മത്സരിയോ ആയി അപ്പനെ അനുസരിക്കാതെ വീട് വിട്ട് പോയാൽ അവൻ എന്നെങ്കിലും തിരിച്ചു വന്നാൽ തൻ്റെ ദാസന്മാർ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. പ്രമാണമാണ്. സ്തോത്രം. അപ്പൊ ഏതു സമയത്തും മടങ്ങി വന്നാലും ഷഠനും മത്സരിയുമായ ഇവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആളുകൾ തയ്യാറായി നിൽക്കുക. അപ്പൻ ഓടിയത് ദാസന്മാരുടെ കണ്ണിപ്പെടുന്നതിന് മുമ്പേ. ഓ പ്രൈസ് ദി ലോർഡ്. ഇവന്റെ മരണം ഉറപ്പിക്കുന്ന ദാസന്മാരുടെ കണ്ണിൽ ഇവൻ പെടുന്നതിന് മുമ്പ് അപ്പൻ ഓടിപ്പോയിട്ട് വഴിയിൽ വച്ച് അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. ഒരു സ്തോത്രം പറയണം ഇന്ന് രാത്രി. എന്താ അർത്ഥമെന്നറിയാമോ? നീ വഴിയിൽ വെച്ചു നശിക്കാതിരിപ്പാൻ അപ്പൻ പുത്രനെ ചുംബിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ജനജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ തകർച്ച കാണാൻ കൊതിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ കരം പിടിച്ച് ചുംബിച്ച് ചേർക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. ദാസന്മാരിലൂടെ എറിയാൻ കല്ലും കൊണ്ട് വരുമ്പോ ചെറുക്കൻ അപ്പന്റെ കൈക്കകത്താ. ഒരു സ്തോത്രം പറഞ്ഞേ. യോ സംഹാരകൻ ഇന്നലെ രാത്രി നിന്റെ വീട്ടുവാതൊക്കെ വന്ന് നോക്കിയിട്ട് പോയതാ. നീ കഴിച്ച ഡയബറ്റിക്കിന്റെയോ കൊളസ്ട്രോളിന്റെയോ ഹാർട്ട് അറ്റാക്കിന്റെയോ ബ്രെയിൻ ട്യൂമറിന്റെ മരുന്നിന്റെ ഗുണമൊന്നുമല്ല. നീ അറിയാതെ ഇസ്രായേലിന്റെ പരിപാലകൻ
മയങ്ങാതെ നിന്നെ സൂക്ഷിച്ച സ്വോത്രം പറഞ്ഞ രാത്രി ദൈവത്തിന്റെ പേരിൽ അവന്റെ പരിപാലനത്തിന്റെ ചിറകിന്റെ കീഴിൽ ദൈവം നിന്നെ സൂക്ഷിച്ചത് കൊണ്ടാ. ഓ ഹല്ലേലൂയ. അപ്പൻ ഇവനെ കൊണ്ടുവന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ പല പ്രാവശ്യമായിട്ട് 2-3 പാക്കറ്റ് തന്നായിരുന്നു, എടുത്തോണ്ട് വന്നപ്പോൾ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വിശേഷ വസ്ത്രം, അടുത്തത് പൊട്ടിച്ചപ്പോൾ കൈക്കിടുന്നൊരു മോതിരം, അടുത്തത് പൊട്ടിച്ചപ്പോൾ കാലയിടുന്നൊരു ചെരുപ്പ്. ഒരു സ്വത്രം പറഞ്ഞേ. അമ്മ എന്നേരാ കാണുന്നത്? സ്വത്രം നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൃപയിൽ വന്നാൽ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീടിനകത്ത് കയറണമെങ്കിൽ വീടിൻ്റെ വെളി വെച്ച് ചെയ്യേണ്ട ശുദ്ധീകരണം എല്ലാം നടക്കണം. പന്നിക്കൂട്ടിൽ നിന്ന് വന്നവനെ കുളിപ്പിച്ചു, അവൻ്റെ കാലയിൽ അവകാശത്തിൻ്റെ ചെരുപ്പിട്ടു, കയ്യേൽ അധികാരത്തിന് മോതിരമിട്ടു, ശരീരത്ത് രക്ഷയുടെ ഉല്ലാസ വസ്ത്രമിട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. അതെല്ലാം ധരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ ഓർഡർ ഇടുകയാണ്, ആരവിടെ ആ തടിച്ച കാളക്കുട്ടി അറക്കട്ടെ. ഓ ഹല്ലേലൂയ. അകത്ത് വലിയ സന്തോഷമുളവായെങ്കിൽ ഒരു പാപിയുടെ മാനസാന്തരം ഇന്ന് രാത്രി സ്വർഗത്തിന് സന്തോഷമാ. കഠിനമായ ചില വിഷയങ്ങൾ നിന്റെ കൂടാരത്തിൽ അലയടിക്കും മുമ്പേ ഇന്ന് രാത്രി അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ സാക്ഷി ഇച്ചിരി പറയാതെ പോയാലും തെറ്റാണ്. പക്ഷെ അത് പറയാൻ പോയ മെസ്സേജ് പൂർത്തീകരിക്കാൻ ഒക്കത്തില്ല. എങ്കിലും 1-2 കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. 1984 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായി പനവേലി സണ്ണി എന്നറിയപ്പെട്ടിരുന്ന ഒരു മുൻ MLA കൂടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി മണ്ഡലത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ ചെറിയ ചുമതലകളൊക്കെ ആയിട്ട് പ്രായത്തിൽ ചെറുതെങ്കിലും സ്നേഹിതരെല്ലാം വലിയവരും അവരുടെ കൂട്ടുകെട്ടുകളെല്ലാം ലോകപ്രകാരമുള്ളതുമായതുകൊണ്ട് ഞാൻ അതിവേഗത്തിൽ ഒരു ലോക മനുഷ്യനായി മാറി. ഏതാണ്ട് 15-ാമത്തെ വയസ്സ് മുതൽ 24-ാമത്തെ വയസ്സ് വരെയുള്ള ഒരു 8-9 വർഷം ഞാൻ തികഞ്ഞ ഒരു പാപിയായി ജീവിച്ചു. ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി. എൻ്റെ മദ്യപാന സ്വഭാവങ്ങൾ മാറ്റാൻ കോട്ടയം മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലല്ല, മെഡിക്കൽ സെൻ്ററിൽ, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള കൊണ്ടുപോയി ദീർഘദിവസങ്ങൾ അവിടെ ഇട്ട് കുത്തിവെച്ചു. അത് ശരിയാകാഞ്ഞിട്ട് അങ്ങ് അടിമാലിയിൽ ഒരു അച്ഛൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി കണ്ണി പൊടി തിരുമ്മി. അത് കഴിഞ്ഞിട്ട് എടത്തുവായിക്കടുത്ത് പച്ചേൽ എന്ന സ്ഥലത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുത്തിവെപ്പിച്ചു. അത് കഴിഞ്ഞ് അങ്ങ് ഉന്നത്താനിൽ ഒരു കൊല്ലൻ ഒരു സിത്തൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അയാളുടെ പരിപാടി ചെയ്തു. ആഞ്ഞിലിത്താനത്ത് ഒരു കൃഷ്ണൻ വൈദ്യൻ്റെ കൊണ്ട്, അങ്ങനെ എൻ്റെ വീട്ടുകാർ കൊണ്ടുപോകാത്ത സ്ഥലമൊന്നുമില്ല. അവിടെ എല്ലാം പോയിട്ട് പിന്നെയും നശിച്ചതല്ലാതെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. കുത്തിവെച്ചൊന്നും ആരുടെയും സ്വഭാവം മാറത്തില്ല. ഒരല്ലേ പറയണം. അബദ്ധം പറ്റി അവിടെ ഇവിടെ കൊണ്ട് കുത്തിവെപ്പിക്കല്ലേ, ആ പൈസ സ്വോത്രകാശ് ഇട്ടും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആ കെട്ടടി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുതുപ്പള്ളിക്കാരൻ ഒരു PC എബ്രഹാം എന്നറിയപ്പെടുന്ന ബാങ്ക് അവറാച്ചാനുണ്ട്. ഈ തൊട്ടടുത്തുണ്ട്, ജീവനോടുണ്ട്. ഇപ്പോൾ 90 വയസ്സായി. സ്തോത്രം. ബാങ്ക് അവറാച്ചായന് ഒരു മർത്തോമായിലെ അച്ചായൻ്റെ വീട്ടിൽ വെല്ലൂര് വെച്ച് കാല് മുറിച്ച് കളയാൻ കൊണ്ടുപോയത്. അദ്ദേഹം പ്രാർത്ഥിച്ച് കാല് മുറിക്കാതെ കൊണ്ടുവന്നു. ആഫീസിലെ കുട്ടിച്ചാനെന്ന് പറയും. അദ്ദേഹത്തിന് വീട്ടിൽ നടക്കുന്ന ഒരു കൊച്ചു കൂട്ടായ്മ, 10-16 പേരേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം കൂടെ ആരാധനയെക്കാട്ടും നല്ല ആരാധനയായിരുന്നു. ആ ആരാധനയ്ക്കകത്ത് എന്നെ കൊണ്ടിരുത്തി. ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി വാതുക്കലെ സ്റ്റെപ്പേലായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വന്ന് പിടിച്ച് അകത്ത് കൊണ്ടിരുത്തി. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് ദൂത് പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞ് ആർക്കും മരുങ്ങാതെ ഒരു മതയാനയെപ്പോലെ കാട്ടാനയെപ്പോലെ പോയ നിന്നെ ഒരു കുഴിക്കകത്ത് അകപ്പെടുത്തി ഞാൻ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. മൂക്കിൽ കൊളുത്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നീ എൻ്റെ വചനം കേട്ട് കൽപ്പന പ്രമാണിച്ച് നീ എന്നെ അനുഗമിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അതല്ലെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയും. ഇതൊന്നും പറഞ്ഞാൽ ഞാൻ പേടിക്കുന്ന കാലമല്ല.
ഫ്രീസിലോ പറഞ്ഞോ പേടിക്കുമല്ലാതെ ഞാൻ പേടിക്കത്തൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ദൈവദാസന് എൻ്റെ ഇന്നലകളെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെ മുഴുവൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായി. ഈ മനുഷ്യൻ ചെന്ന് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നത്, ഇറങ്ങുമ്പോൾ ഇവനിട്ട് 2 പോട് കൊടുക്കണം എന്നുള്ള ചിന്തയെ ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുകയാണ്, നീ പെരുന്തേനരുവി എന്ന വലിയ കയത്തിലേക്ക് എടുത്തു ചാടിയപ്പോൾ ചാകാതെ നിന്നെ കരയ്ക്ക് കയറ്റിയത് എൻ്റെ കരമാണ്. നീ 4 കുപ്പി വിഷം കുടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചാകാൻ കിടന്നപ്പോൾ നിന്നെ വിടിപ്പിച്ചത് എൻ്റെ കരം. അത് ഡേറ്റും ഡേയും കൂടെ പറയുന്നേ. നീ ഭോപ്പാലിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പാളത്തെ തല വെച്ച് കിടന്നപ്പോൾ പൊക്കിയെടുത്ത് ട്രെയിനെ കയറ്റി നിന്നെ നാട്ടി കൊണ്ടുവന്നത് എൻ്റെ കരമാ എന്നും പറഞ്ഞ് ഇന്നലകളിലെ വിടുതലുകളുടെ ഒരു ദീർഘമായ കഥകൾ ഈ മനുഷ്യൻ ദൈവാത്മാവിൽ പറയാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ വചനമനുസരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് പകൽ നീ സമർപ്പിക്കപ്പെട്ടാൽ എൻ്റെ 2ാമത്തെ വരവിന് മുമ്പേ കരയും കടലും കടത്തി 5 ഭൂഖണ്ഡങ്ങളിൽ എൻ്റെ സാക്ഷിയാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും നേരമൊക്കെ ഞാൻ ഇതൊക്കെ കേട്ട് കുനിഞ്ഞിരുന്നെങ്കിലും ഇത് കേട്ടപ്പോൾ ഞാൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചു. അടുത്ത വർഷം സാറയ്ക്ക് ഒരു കൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സാറായും അബ്രഹാമും കൂടെ കിടന്ന് ചിരിച്ച പോലെ ഞാൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചു. ഞാൻ ചിരിക്കുന്നത് പായും ഞാനും അല്ലാതെ ആരും കണ്ടിട്ടില്ല. ഉടനെ ഈ മനുഷ്യൻ നിൽക്കുക, ഈ പായിങ്കപരാച്ചൻ നിന്നോണ്ടാ ദൂത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് അത് സംഭവിക്കുന്നപ്പോൾ സാറ ചിരിച്ച പോലെ നീ ചിരിക്കുന്നു എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടി കേട്ടോ. അന്നേരം ഒരു പേടിയുണ്ടായി. സ്തോത്രം. എൻ്റെ ചലനങ്ങളെ ദൈവാത്മാവ് വിവേചിക്കാമെന്ന് മനസ്സിലായി. വലിയ പാപബോധമുണ്ടായി. ഞാൻ പതുക്കെ കരയാൻ തുടങ്ങി. കരച്ചിൽ ഒരു അലറിക്കരച്ചിലായി മാറി. അന്നൊക്കെ രക്ഷിക്കപ്പെടുന്ന ഒരു കരഞ്ഞുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 41 വർഷമായിട്ട് നിൽക്കുന്നത്. ഇന്ന് ചിരിച്ചോണ്ട് വന്ന് ചിരിച്ചോണ്ട് പോവല്ലേ. ഒരു അല്ലലിയെ പറഞ്ഞ്, എൻ്റെ മോനെ ചിരിച്ചും കുറച്ചും ഒന്നും അല്ല രക്ഷിക്കപ്പെടുന്നത് കേട്ടോ. നിനക്ക് പാപബോധമുണ്ടായിട്ട് നീ അലറി കരഞ്ഞുകൊണ്ട് വേണം യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ. നല്ലൊരു അല്ലലിയെ പറഞ്ഞ്, ഇന്ന് എൻ്റെ സാറേ ചിരിച്ചോണ്ടും കുറച്ചോണ്ടും ഒക്കെയാ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനൊന്നും അല്ല രക്ഷിക്കപ്പെടുന്നത്. ഞാൻ അലറി കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിരിക്കാനൊരു കാരണമുണ്ട്. ഈ ദൈവദാസൻ ഇത് പറയുന്നത് 84 79 എൻ്റെ പാസ്പോർട്ട് ഈ ഗവൺമെൻറ് തിരിച്ചു മേടിച്ചേക്കുക. അത് പോലീസ് ഭോപ്പാലി വന്ന് തിരിച്ചു മേടിച്ചുകൊണ്ട് പോന്നേക്കുക. ഞാൻ ഈ കേരളം വിട്ടു ഇന്ത്യ വിട്ടു പോകാതിരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വല്ലോ? പ്രൈസലോ. പാസ്പോർട്ട് ഇല്ലാത്ത എന്നോട് പറയണം 5 ഭൂഖണ്ഡങ്ങളിൽ പോകുന്നു. ഞാൻ ചിരിച്ചില്ലേ വല്ലോ ഉള്ളൂ കുഴപ്പം. ഇതറിയാതാണ് ഇവർ ഈ ദൂതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബന്ധിക്കോസി കയറ്റാൻ പോകുന്നുള്ള ചിന്തയല്ല ഞാൻ ചിരിച്ചത്. ഒരല്ലലിയ പറഞ്ഞാട്ട് അല്ലലിയ. പക്ഷെ ദൈവാത്മാവ് പോഷ്ക്ക് പറയത്തില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ 5 ഭൂഖണ്ഡത്തിൽ പോയിട്ട് വന്ന് നിൽക്കുക. അല്ലലിയ പറയണം. 42 രാജ്യങ്ങളിൽ പോയി യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ച ചെയ്താത്ത നിൽക്കുന്നത്. സ്വർഗം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ രാത്രി കരമൊന്ന് ചേർത്തടിച്ച് തുറന്നു വരട്ടെ. വഴികൾ തുറക്കട്ടെ. ശൂന്യതകൾ മാറട്ടെ. പരാജയങ്ങൾ മാറട്ടെ. അന്ധകാര ആഭിചാര മണ്ഡലങ്ങൾ അഴിയട്ടെ. ഇതിനകത്ത് കുടുംബങ്ങളുടെ ഉള്ളറകളിൽ തലമുറകളിൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഒത്തിരി കഥകൾ പറയാനുണ്ട്. എല്ലാം നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഗം കാണാൻ പോയ ഞാൻ 84 ജൂലൈ 22 പകൽ ആ മീറ്റിംഗ് വെച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. കാണാൻ പോയ ഞാൻ 3 ദിവസം അവിടെ തന്നെ താമസിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് 3 ദിവസം ഉപവസിച്ചു. ആ ഭക്തൻ പ്രാർത്ഥിച്ച് എനിക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം തന്നു. സ്തോത്രം. ആ പച്ചവെള്ളം കുടിച്ചതാ എല്ലാം പോയി. എല്ലാ പാപവഴികളും വിട്ടു. ഒരു അല്ലലിയെ പറഞ്ഞേ. ഇന്ന് രാത്രി കുത്തിവെപ്പിക്കാൻ പോയാൽ മാറത്തില്ല കേട്ടോ. സിത്തൻ്റെ അടുക്ക പോയാൽ മാറത്തില്ല. കണ്ണി പൊടി തിരുമ്മിയാൽ മാറത്തില്ല. കണ്ണ് കലങ്ങുവന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഭക്തൻ പ്രാർത്ഥിച്ചതിൽ തലേ കൈവച്ചാൽ, ഭക്തൻ പ്രാർത്ഥിച്ചുള്ള വെള്ളം തന്നാൽ അഴിയാത്ത കെട്ടില്ല കേട്ടോ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. നിനക്ക് നാളുകളായി വിടുതലില്ലാത്ത വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ശാശ്വതമായ പരിഹാരം തരാൻ ഹല്ലേലൂയ.
അപ്പന്റെ സാന്നിധ്യം വിട്ടവന് കഠിന ക്ഷാമമുണ്ടായി. അപ്പന്റെ വീട്ടിൽ മടങ്ങി വന്നവന് തടിച്ച കാളക്കുട്ടി അറുത്ത് വലിയ വിരുന്നൊരുക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്ഥിതി മാറാൻ ഒറ്റ ദിവസം മതി. സ്തോത്രം പറയണം. നിന്റെ അവസ്ഥ മുഴുവൻ മാറാൻ ഒറ്റ ദിവസം മതി കേട്ടോ. ഹല്ലേലൂയ. 96 ആദ്യമായിട്ട് ഞാൻ വിദേശയാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ പാസ്പോർട്ടിന് എന്തെങ്കിലും പാസ്പോർട്ട് കിട്ടിയില്ല. ഞാൻ ഒരു വലിയ വക്കീലിനെ കണ്ട് അഫിഡവിറ്റൊക്കെ തയ്യാറാക്കി കൊടുത്തെങ്കിലും ആ ബഹുമാനായ ഓഫീസർ ദൂരോട്ട് കളഞ്ഞു. ഞാൻ വെള്ളോട്ടിറങ്ങിയിട്ട് ഏതായാലും പാസ്പോർട്ട് കിട്ടത്തില്ല, പക്ഷെ ദൂതുണ്ട് താനും. എന്നാൽ പിന്നെ എൻ്റെ സാക്ഷി എഴുതിയിട്ട് ഈ മനുഷ്യൻ വീട്ടിൽ പോയി വായിക്കണമെന്ന് വിചാരിച്ച് 2 വെള്ളപ്പേപ്പർ നിറച്ച് എൻ്റെ സാക്ഷി അങ്ങ് എഴുതി മലയാളത്തിൽ. സ്വതന്ത്രം പറഞ്ഞേ എഴുതി പുള്ളിയുടെയിലോട്ട് കൊണ്ട് കൊടുത്തു. പുള്ളി വെച്ച് ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ യഥാർത്ഥ അഫിഡവിറ്റ് എന്ന് പറഞ്ഞു. മറ്റേ വക്കീൽ എഴുതിയതാ ഇതാ ഒറിജിനൽ എന്ന് പറഞ്ഞു. പ്രൈസലോ. അതിനകത്ത് പച്ചമേന തുറന്നിട്ട് പച്ചമഷി കൊണ്ട് ഒപ്പിട്ട് തന്നു. ആ പാസ്പോർട്ട് ലോകം മുഴുവൻ കറങ്ങുന്നത്. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി സാക്ഷ്യം എഴുതി കൊടുത്ത് പാസ്പോർട്ട് കിട്ടിയ ഒരാളെ ഉള്ളൂ, അത് ഞാനാ. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. നീ അസാധ്യമെന്ന് പറയുന്ന ചില വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കുക. നിന്റെ തലമുറയുടെ കെട്ടി രാത്രി അഴിയുകയാ. നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയുകയോ. ഹല്ലേലൂയ. ഞാനൊരു വലിയ മർമ്മം നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പ്രതിയോഗിയായ പിശാചിന്റെ പേര് വെട്ടേറ്റു വീണവനെന്ന് എല്ലാവരും പറഞ്ഞ് കേക്കട്ടെന്നേ. വെട്ടേറ്റ് വെട്ടേക്കുന്നതിന് മുമ്പേ ഇവൻ 6 ചിറകുണ്ടായിരുന്നു. പറക്കാൻ 2, കാല് മറയ്ക്കാൻ 2, മുഖം മറയ്ക്കാൻ 2, പറക്കുന്നവനായിരുന്നു. ഒറ്റ വെട്ടിന് 6 ചിറകും പോയി. അവൻ നേരെ വന്നു വീണത് മനോഹരമായി മനുഷ്യന് പാർപ്പാൻ തക്കവണ്ണം ഉണ്ടാക്കി ദൈവപുത്രന്മാരും ഒരു വാർത്തുലസിച്ച ഈ ഭൂമിയിലോട്ടാ. അവൻ്റെ വീഴ്ചയുടെ ആഘാതത്തിന് ഈ ഭൂമി താണുപോയി. ഭൂമി പാഴായിപ്പോയി. ഭൂമി ശൂന്യമായിപ്പോയി. മീതെ വെള്ളം വന്നു മൂടി, മീതെ ഇരുട്ട് വന്നു മൂടി. അവൻ എവിടെങ്കിലും വീണാൽ ഏതും താഴും, ഏതും പാഴാകും, ഏത് ശൂന്യമാകും. ചിറക് പോയവൻ അങ്ങോട്ട് എഴേവാ. സ്തോത്രം പറയണം. നേരത്തെ അവൻ്റെ പണി പറക്കുകയായിരുന്നു, ഇപ്പം അവൻ്റെ പണി എഴേക. അവന് അവസരം കിട്ടിയാൽ എഴഞ്ഞ് മരത്തെ കയറി ഫ്രൂട്ട്സ് വരെ പരിച്ച് അമ്മാമ്മയെ തീറ്റിക്കും. സ്തോത്രം പറഞ്ഞില്ല. നല്ല മിടുക്കനാ. അവൻ എഴഞ്ച് കയറി ഫ്രൂട്ട്സ് വരെ പറിച്ച് അമ്മാമ്മയും തീറ്റിച്ചു. അമ്മയമ്മയുടെ സ്വാധീന ശക്തിയിൽ അച്ചാനെയും തീറ്റിച്ചു. 2ൻ്റെയും തേജസ് പോയി. അവനൊരു വീട്ടിൽ കയറിയ തേജസ് പോവും. അവനൊരു വീട്ടിൽ കയറിയ പാഴാകും. ഒരു വീട്ടിൽ കയറിയ ശൂന്യമാകും. നിന്റെ തലമുറയുടെ ശൂന്യതയുടെ പുറകിൽ അവൻ്റെ ഒരു വ്യാപാരമുണ്ട്. ഇന്ന് രാത്രി ആ പോരിനെ ദൈവാത്മാവിനെ അഴിക്കുകയാ. ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. കുടുംബങ്ങളുടെ ഉള്ളറകളിൽ ചില ശൂന്യതകൾ വരുത്തുന്ന ഇത് മാറാൻ, ഈ പാഴ് മാറാൻ, ശൂന്യത മാറാൻ, ഇരുട്ട് മാറാൻ, ആഴം മാറാൻ എന്നോ ചെയ്യണം ഉപദേശി. ഒറ്റ ഉത്തരം. മീതെ, പാഴിന്റെ മീതെ, ശൂന്യതയുടെ മീതെ, ഇരുളിന്റെ മീതെ, ആഴത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിക്കണം. ആത്മാവ് പരിവർത്തിച്ചാൽ അഴിയാത്ത കേസില്ല കേട്ടോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആത്മാവ് പരിവർത്തിച്ചു. ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെല്ലാം ഓർഡറാ. എന്താ ഓർഡർ? വെളിച്ചം ഉണ്ടാകട്ടെ, ഇരുൾ മാറട്ടെ, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ, കര കാണായി വരട്ടെ. ഒരു സ്തോത്രം പറയണം. നിന്നെ വിളിച്ചത് വാഴാനാ, എഴയാനല്ല. പുതുപ്പള്ളി നീ വാഴണം. അന്ധകാരത്തിന്റെ ആഭിചാര മണ്ഡലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുതുപ്പള്ളിയിൽ നീ വാഴണം. വിശ്വസിക്കുന്നവരെ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇവിടെ നിന്നെ എഴയാനല്ല, നിന്നെ വാഴാനാ ദൈവം വിളിച്ചത്. ശൂന്യതകൾ മാറട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ. വെളിച്ചമുണ്ടായി, ഇരുട്ട് മാറി, വെള്ളം ഒരു ഭാഗത്തോട്ട് മാറി, ഭൂമി കാണായി വന്നു. അത് കഴിഞ്ഞപ്പോൾ അതത് തരം സസ്യങ്ങളും
അതുതരം വൃക്ഷങ്ങളും മുളച്ചു വന്നു. നാട്ടുകാരും വീട്ടുകാരും പിശാചും പറഞ്ഞ് ഒന്നും മുളയ്ക്കത്തില്ലെന്നാ, അത്രയും പറഞ്ഞില്ല. ഇനി ആയുസി മുളയ്ക്കത്തില്ലെന്നാ. പക്ഷെ കൽപ്പിച്ച് മാറേണ്ടത് മാറിയപ്പോൾ മുളച്ചു വന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുക, നിന്റെ കൂടാരത്തിനകത്ത് ചിലത് ഈ രാത്രി മുതൽ മുളച്ചു വരാൻ പോകുക. പാഴായ മണ്ഡലത്തിൽ ചിലത് മുളച്ചു വരികയാ. ഏറ്റെടുക്കുന്നവര് ഈ രാത്രി നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ചിലതൊക്കെ മുളച്ചു വരികയോ. എത്ര പേര് കരമുയർന്ന് ദൈവത്തെ സ്തുതിക്കും? ഈ ദൂത് നീ വിശ്വസിച്ചു പോണം. ഇന്ന് രാത്രി മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് നിനക്ക് വേണ്ടി മുളച്ചു വരാൻ പോകുകയാ. ഓ, ശത്രു വെട്ടിക്കളഞ്ഞത്, ഓ കുറ്റി മാത്രം ശേഷിപ്പിച്ചത്, ഇന്ന് രാത്രി പുതിയ ചിലത് മുളച്ചു വരുമെന്ന് അന്തരാത്മാവിൽ വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി ഞാനിങ്ങനെ ദൂത് പറഞ്ഞു പോയാൽ ഈ വിഷയത്തോട് നീതി കാണിക്കാനൊക്കെ ഓടിച്ച് രണ്ട് കാര്യം കൂടെ പറയട്ടെ. ധനവാനായ ഒരു മനുഷ്യൻ ഒരു ദേശത്ത് പാർത്തു. അവന്റെ വീടിന്റെ പടിപ്പുരവാതുക്കൽ ദേഹം മുഴുവൻ വ്രണം ബാധിച്ച ദരിദ്രനായ ഒരു മനുഷ്യൻ പാർത്തു. ദരിദ്രന് പണമില്ല, ദേഹത്ത് വ്രണമാണെങ്കിലും പേരുണ്ട്. ധനവാന് പണമുണ്ടെങ്കിലും പേരില്ല. സ്വതന്ത്രം പറഞ്ഞ് ഇവിടെ എന്നെ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. അതുകൊണ്ടാണ് വെളിപ്പാടുകാരൻ പറഞ്ഞ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കി തള്ളിക്കളയും. ഒരല്ലേലൂയ പറയണം കേട്ടോ. ലാസറിന് പണമില്ലെന്നേ ഉള്ളൂ, പേരുണ്ട്. ധനവാന് പണമുണ്ട്, പക്ഷെ പേരില്ല. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പുള്ളവര് കരമുയർത്തി ഒരല്ലേലൂയ പറഞ്ഞേ. നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടെങ്കിൽ ഞാൻ വിവരിക്കുന്നില്ല. ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ഇവിടെ ആര് ജീവിച്ചാലും മരിക്കും. ധനവാനും മരിക്കും, ദരിദ്രനും പണ്ഡിതനും മരിക്കും, പാമരനും മരിക്കും. പ്രൈസലോ മരിച്ചു. അടുത്ത വാക്ക് യേശു പറഞ്ഞിരിക്കുന്ന കേട്ടോ. ധനവാന്റെ ബോഡി അടക്കി, പക്ഷെ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞതാ, ഞങ്ങളാരും പറഞ്ഞതല്ല. സ്തോത്രം. ആ സ്ഥലം സൃഷ്ടിച്ച യേശു പറഞ്ഞു യാതനാസ്ഥലം എന്നൊരു സ്ഥലമുണ്ട്. ലാസർ മരിച്ചു, അടക്കിന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അവൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. അപ്പൊ രണ്ട് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അബ്രഹാമിൻ്റെ മടി, രണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ എയർപോർട്ടിൻ്റെ പേര് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടെന്ന്. എറണാകുളത്തോട്ട് ചെല്ലുമ്പോഴത്തേന് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ടെർമിനൽ എന്നാണ്. ബോംബെ ചെല്ലാമേ ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ അബ്രഹാമിൻ്റെ മടി എല്ലാവരെയും കൂടി ഇരുത്താവുന്നൊരു വലിയ മടിയാണ്. തെറ്റിദ്ധരിക്കല്ലേ, പറുദീസയ്ക്ക് ഇട്ടേക്കുന്ന ഓമന പേരാ. അല്ലല്ലേ പറഞ്ഞാട്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ പേരിലാണ് പറുദീസ അറിയപ്പെടുന്നത്. അതിനിട്ട പേരാണ് അബ്രഹാമിൻ്റെ ഒരല്ലലിയെ പറയണം. അല്ലലിയ. അങ്ങനെ അബ്രഹാമിൻ്റെ മടിയെന്നറിയപ്പെട്ട സ്ഥലത്തേക്ക് ഇവൻ പോയി, മറ്റൊരങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് അവൻ മേളോട്ട് നോക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ വനമുണ്ട് ഒത്തിരി, അതുകൊണ്ട് കാട്ടുപന്നിയുണ്ട് ഒത്തിരി. അപ്പം ഞങ്ങളുടെ അപ്പന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെ കൂടി നിയമം വലിയ പ്രശ്നമല്ലാഞ്ഞുകൊണ്ട് പിടിക്കാൻ പോകും. അപ്പോൾ വെടിവെക്കുമ്പോൾ അവർ പറയും പന്നി വെടി കൊള്ളുമ്പോഴേ മേളോട്ട് നോക്കത്തുള്ളെന്ന് പറയും. ധനവാന് നരകത്തിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു? മേളോട്ട് നോക്കി. ജീവിച്ചിരിക്കുമ്പോൾ അനേക സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു മേളോട്ട് നോക്കാൻ. പക്ഷെ പുള്ളി ഒരിക്കലും നോക്കിയില്ല. കാരണം താഴോട്ട് നോക്കി തന്നെ സമയം തീരത്തില്ല. കുരുമുളക് വിളഞ്ഞു, പാക്ക് പൊഴിഞ്ഞു, തേങ്ങ പൊഴിഞ്ഞു, ഒട്ടുപാലുണ്ടോ, മൺപാലാണോ, എല്ലാം താഴോട്ടാണല്ലോ. ഹലോ, ഫ്രീസലോ. മേലോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മേലോട്ട് ആയിച്ച് നോക്കിയപ്പോഴെങ്കിലും ദൈവത്തെ വിളിക്കണ്ടേ? എന്നേരം പുള്ളി മധ്യസ്ഥനെ വിളിച്ച്, അബ്രഹാം പിതാവേ, ഹലോ,
പുള്ളി പറഞ്ഞു, നാട്ടുകാരിരുത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. സ്വതന്ത്രം പറഞ്ഞാട്ട് സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രന്മാർ നീ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പറഞ്ഞു, എൻ്റെ കുഞ്ഞെ ഇരുത്തിയത് കൊണ്ട് ഇരിക്കുകയാണ്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറയെല്ലാവരും കൂടെ. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, നീ വിളിച്ചാൽ ഉടനെ അങ്ങോട്ട് വരാനും ഒക്കത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഉടനെ പറഞ്ഞു, ഒരു 40 നടത്തിയാൽ, 400 നടത്തിയാൽ, ഹലോ, ആണ്ടിലാണ്ടി ചാത്തം വെച്ചാൽ, എൻ്റെ പൊന്നു കുഞ്ഞെ ചത്തു കഴിഞ്ഞാൽ ഒന്നും വെച്ചാൽ കയറിപ്പോത്തില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മേളിപ്പാനുള്ള വഴി തയ്യാറാക്കിക്കോണം. നല്ല ഹല്ലേലൂയ രാത്രി പറയണം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ധനവാന് ഒരു സുബോധം വന്നു. അവൻ പറയാണ്, ഇങ്ങോട്ട് ലാസർ വരാനൊക്കത്തില്ലോ. ഇല്ല മോനെ, വലിയ പിളർപ്പ വരാനൊക്കത്തില്ല. എന്നാൽ ഒരു കാര്യം, നാട്ടിലോട്ട് വിട്. പുള്ളിക്ക് ഇവിടെ ഇരിക്കുന്നത് കാണുന്നിടത്തോളം സഹിക്കുന്നില്ല. ഹലോ, നാട്ടിലോട്ട് വിട്. എനിക്ക് 5 സഹോദരൻ, എൻ്റെ കമ്പനി മുഴുവൻ ഇപ്പം അവർ 5 പേരെ നടത്തുന്നത്. അതുകൊണ്ട് അവരെങ്കിലും ഇവിടെ വരാതിരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് പറയണം. മരിച്ചവരെന്ന് ഒരാൾ ചെന്ന് പറയാമേ, അവർ നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അബ്രഹാം പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് പാസ്റ്ററും ബി സി ചെറിയാൻ പാസ്റ്ററും ഒക്കെ അവിടെ ഉണ്ട്. അവർ തോളത്തൊരു സഞ്ചിയൊക്കെ ഇട്ട് 10 ട്രാക്റ്റുമൊക്കെ അടിച്ച് മരിച്ചാൽ പിന്നെ നീ എവിടെ എന്നുള്ള ചോദ്യമൊക്കെ ഉള്ള പുസ്തകമൊക്കെ ആയിട്ട് നിൻ്റെ വീട്ടിൽ വരും. ഉടനെ നീ പട്ടി അഴിച്ചു വിടല്ലേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതിനിവിടെ ഞങ്ങളെ ആക്കിയിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചവൻ വന്ന് പറയേണ്ട കാര്യമില്ല. സ്തോത്രം. അപ്പം അവന് രക്ഷയെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടായിട്ട് അവൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർക്കെങ്കിലും എനിക്ക് വന്ന ഗതികേട് വരില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ നിർബന്ധിച്ച് ഒരു പരസ്യമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയാണ്, അച്ഛാൻ പോയിടത്തേ ഞാൻ പോകുന്നുള്ളൂ, അച്ഛാനെ അടക്കിയിടത്ത് തന്നെ നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ അവിടെ കിടന്ന് പറയാം, എൻ്റെ പൊന്നു കുഞ്ഞെ എന്നെ അടക്കെടുത്ത് അവനെ അടക്കല്ല്, ഇങ്ങോട്ട് വരില്ലെന്ന് പറ. ഇവിടെ അണിവരലെ വെള്ളം കൊണ്ട് നാക്ക് നനയ്ക്കാൻ കൊതിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ലെന്ന് പറ. പക്ഷെ ഇവിടെ വന്ന് പറഞ്ഞു പറയാണ്, ഞങ്ങൾ അങ്ങോട്ടേ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞെ പോകേണ്ടിടത്ത് പോകണം. അച്ഛൻ പോയിടത്തല്ല പോകണ്ടേ, അമ്മ പോയിടത്തുമല്ല പോകേണ്ടത്, അവരെ അടക്കെടുത്തുമല്ല അടക്കേണ്ടത്. നീ ഇന്നത്തെ പോകേണ്ടിടത്ത് പോകണം. സന്തോഷമുണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആർക്കും മാലിന്യം അടുക്കാൻ കഴിയാത്ത ഒരു വലിയ പിളർപ്പിനടിയിലേക്ക് നീ പോകുന്നതിന് മുമ്പേ, സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ രാത്രി പറഞ്ഞാട്ടെ. ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ഒരിടത്ത് നീ ചെന്നതിന് മുമ്പേ ഇന്ന് രാത്രി ഒറ്റ നിമിഷം മതി, ഒറ്റ നിമിഷം. ക്രൂസിൽ 2 പേര് കിടക്കുകയാണ്. പേര് ദുഷ്പ്രവർത്തിക്കാർ. ദുഷ്പ്രവർത്തിക്കാർ. ഒരു ദുഷ്പ്രവർത്തിക്കാരൻ യേശുവിനെ പഴിക്കുന്നു, ദൂഷിക്കുന്നു. കള്ളന്മാര്, ബെന്തിക്കോസ്. ഞാനാണ് ഒരു മനുഷ്യൻ്റെ പറഞ്ഞ് റോസപ്പൂ പോലും പറിച്ചിട്ടില്ല, പക്ഷെ എന്നെയും കയറി വിളിക്കുന്ന കള്ളാന്ന്. ബെന്തിക്കോസുകാർ മുഴുവൻ കള്ളിമാരും കള്ളന്മാരുമാണ്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ യേശുവിനെ ദൂഷിച്ചു, പഴിച്ചു. പക്ഷെ ഒരുത്തൻ പറഞ്ഞു, എടാ ഇത്രയൊക്കെ വന്നിട്ടും ദൈവത്തെ ഭയമില്ലേ? നല്ല ചോദ്യം. ഇത്രയൊക്കെ വന്നിട്ടും ദൈവത്തെ ഭയമില്ല. എടാ, നമ്മൾ ചെയ്ത കുറ്റത്തിന് ന്യായമായ ശിക്ഷയാണ്, പക്ഷെ ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് നിനക്ക് ദൈവത്തെ ഭയമില്ലേ? പിന്നെ അവനൊരു കാര്യം മനസ്സിലായി, ഈ കിടക്കുന്നവൻ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ അധികാരമുള്ളവനാ. റോമൻ ഗവൺമെന്റ് എൻ്റെ ദേഹത്തെ മാത്രമേ ക്രൂശിച്ചു കൊല്ലാൻ കഴിയത്തുള്ളൂ, പക്ഷെ ഈ കിടക്കുന്നവന് ദേഹത്തെയും ദേഹിയെ കൊന്ന് നരകത്തിൽ തള്ളാൻ അധികാരമുള്ളവനാ. പിന്നെ അവൻ ഒട്ടും മടിച്ചില്ല, ഒറ്റ വിളിയ, രാജാവേ നീ രാജത്വം പ്രാപിക്കും. അന്ന് എന്നെ കൂടെ ഒന്ന്. ഓ ഹല്ലേലൂയ. യേശു എന്നേരം പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിൽ. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ്റെ പർദീസ കിട്ടാൻ ഒറ്റ സെക്കൻഡ് യേശുവിൻ്റെ ദൈവത്വത്തെ എപ്പോൾ അംഗീകരിച്ചോ അപ്പോൾ അവൻ്റെ സ്ഥലം പർദീസയായി. നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ 2 പേരെ പൗലോസ് എന്ന പണ്ഡിതനായ ഭക്തൻ നോക്കിയിട്ട് എഴുതി. ക്രൂശിൻ്റെ വചനം യേശുവിൻ്റെ പേരാ. നടുക്കിടക്കുന്ന ക്രൂശിലെ യേശുവിൻ്റെ പേര് ക്രൂശിൻ്റെ വചനം. ഈ തള്ളിപ്പറഞ്ഞ് നരകത്തിൽ പോയനെഴുതി നശിച്ചു പോകുന്നവന് ഭോഷത്വം.
ഇപ്പുറത്തെ നോക്കി പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവന് ദൈവശക്തി. ഒരല്ലേ പറഞ്ഞാട്ട് ഇന്ന് രാത്രി ലോകത്ത് 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് നശിച്ചു പോകുന്നവൻ, 2 രക്ഷിക്കപ്പെടുന്നവൻ. നീ ഏത് ഗണത്തിലാ? ഇന്ന് രാത്രി മറ്റൊരുത്തരി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന സകല നാമത്തിനും മേലായ നാമമായി യേശുവിന്റെ നാമം. ഇന്ന് രാത്രി പ്രിയരെ, 84 യേശുവിനെ കണ്ടെത്തിയ അന്നു മുതൽ എൻ്റെ ചരിത്രം മാറി, എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറി. നിങ്ങൾ ഇന്ന് എന്നെ ആദരിക്കുന്നെങ്കിൽ ആ പകലത്തെ രക്ഷയുടെ വിലയാണ്. ഇന്ന് രാത്രി നീ തീരുമാനമെടുത്താൽ നിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്റെ തലമുറയുടെ ചരിത്രത്തെ മാറ്റാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ ചുടാരമന രക്തരാജരാജ വൈഡ ഓർ ബല 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 ശബ്ദരേതരാജ. ഹല്ലേലൂയ. സ്നേഹിത, നീ ഇവിടെ വന്നതല്ല കേട്ടോ, ദൈവത്തിന്റെ ആത്മാവിനെ ഹേമിച്ച് ഇവിടെ കൊണ്ടുവന്നത്. നീ ഒരുപക്ഷെ പുതുപ്പള്ളി കവലയിൽ വന്നിട്ടും ചിന്തിച്ചു കാണും, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ. പ്രൈസ് ദി ലോർഡ്. ആത്മാ പറഞ്ഞ് ഇങ്ങോട്ട് പോ, നിന്നെ കൊണ്ടുവന്നതാ ഇന്ന് രാത്രി അപ്പന്റെ കരുതൽ അനുഭവിപ്പാൻ, അപ്പന്റെ സ്നേഹം അനുഭവിപ്പാൻ. നിനക്ക് വേണ്ടി സമാഹരിച്ചു വച്ചിരിക്കുന്ന, സംഭരിച്ചു വച്ചിരിക്കുന്ന, സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ആ നന്മകൾ മനുഷ്യപുത്രന്മാർ കാണെ നിന്നിലേക്ക് വെളിപ്പെട്ടു വരേണ്ടതിന് ഇന്ന് രാത്രി ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. ഒറ്റ നിമിഷം മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയായ എന്നോട് ഇന്ന് രാത്രിയിൽ മനസ്സലിഞ്ഞ് കാൽവറി ചൊരിയപ്പെട്ട പാപപരിഹാര രക്തത്താൽ എൻ്റെ പാപക്കറകളെ കഴുകി നിന്റെ മകനാക്കണേ, നിന്റെ മകളാക്കണേ. ഒറ്റ വാക്കു നീ പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ ഇന്നത്തെ മടങ്ങുന്നത് ദൈവത്തിൻ്റെ മക്കളായിട്ട് വേണം, ദൈവത്തിൻ്റെ മകനായിട്ട്, ദൈവത്തിൻ്റെ മകളായിട്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ മടങ്ങി പോകത്തുള്ളൂ ഉറപ്പുള്ളവര് ആ 2 കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു അസാധാരണ ദൈവകൃപ ഈ രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചനന്തരം നമുക്ക് ഒന്നിച്ച് പാടി ഒരു നിമിഷം ആരാധിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഭവനങ്ങളിൽ പോകും. നിങ്ങൾ ഭവനത്തിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ദൂതൻ നിങ്ങളുടെ കൂടാരത്തിൽ ഇറങ്ങും. നീ ഭാരപ്പെട്ട് വന്ന ചില വിഷയത്തിന് മേൽ, ചില തലമുറയോടുള്ള ബന്ധത്തിൽ ഹൃദയം കലങ്ങി വന്ന വിഷയത്തിന് മേൽ ഇന്ന് രാത്രി നീ ഭവനത്തിന്റെ പടിവാതിൽ ചവിട്ടും മുമ്പേ അതിനെ മറുപടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരം ഒന്നുകൂടെ ചേർത്തടിച്ചൊരു നിമിഷം ആത്മാവിൽ പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ. ചുടബലബല. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം എഴുന്നേൽക്കാം. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥനാ സമയത്തകത്തേക്ക് കയറുമെങ്കിൽ ധാരാളം സ്ഥലം ഈ മിന്നലുണ്ട്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന് വ്യക്തമായ നിയോഗമുണ്ട്. ഒന്നേൽപ്പിച്ചു കൊടുക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥനാ സമയത്ത് ആരും ഇറങ്ങിപ്പോകരുത്. എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. നിന്റെ ചരിത്രം മാറുകയാ,
നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുകയാ, നിന്റെ തലമുറയുടെ ബന്ധനം അഴിയുകയാ, നിന്റെ ചില രോഗങ്ങളുടെ കെട്ടഴിയുകയാ, ചില ശാപങ്ങളുടെ കെട്ടഴിയുകയാ, ചില ആഭിചാര ബന്ധനം അഴിയുകയാ. ഓ, ഇന്ന് രാത്രി ചില മന്ത്രവാദ ശക്തികൾ, ചില ദുരാത്മ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുകയാ. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഈ ജനം വിടുവിക്കപ്പെടട്ടെ, ഈ ജനം വിടുവിക്കപ്പെടട്ടെ. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. പുതിയ ജനത കൂടാരങ്ങളിൽ മുളച്ചു വരട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ജനത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരം ചേർത്തടിച്ച് യെസ്